പ്രൈം ഡിബേറ്റ് ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. നടൻ ദിലീപ് അഴിക്കുള്ളിൽ തുടരും. പ്രോസിക്യൂഷൻ വാദങ്ങൾ ശരിവെച്ച് ഹൈക്കോടതി. ഇപ്പോൾ ജാമ്യം അനുവദിക്കാനാവില്ല. കോടതി തീരുമാനം മനസാക്ഷിയെ ഞെട്ടിച്ച ഗുരുതര കുറ്റകൃത്യമെന്ന പ്രോസിക്യൂഷൻ വാദം ശരിവെച്ച്. ദിലീപിനെ പിന്തുണച്ച PC ജോർജിന്റെ മൊഴിയെടുക്കും. അപായപ്പെടുത്താൻ ശ്രമമെന്ന് PT തോമസിന്റെ പരാതി. M. വിൻസെന്റ് MLA-ക്കെതിരെ നിർണായക തെളിവുമായി പോലീസ്. വീട്ടമ്മയെ MLA 2 തവണ പീഡിപ്പിച്ചുവെന്ന് റിമാൻഡ് റിപ്പോർട്ട്. ഇരയായ വീട്ടമ്മയ്ക്ക് നേരെ കോൺഗ്രസുകാരുടെ ചീമുട്ടയേറ്. കേരളത്തിലെ 6 മെഡിക്കൽ കോളേജുകളിൽ പ്രവേശനത്തിന് മെഡിക്കൽ കൗൺസിലിന്റെ വിലക്ക്. അനുമതി നിഷേധിച്ചവയിൽ കോഴയാരോപണത്തിൽപ്പെട്ട കോളേജുകളും. ഫീസ് നിർണയ സമിതിക്കെതിരെ മാനേജ്മെന്റുകൾ സുപ്രീം കോടതിയിലേക്ക്. മേൽനോട്ട സമിതിയുടെ ഫീസിന് കോളേജ് നടത്താനാകില്ലെന്ന് മാനേജ്മെന്റുകൾ. വിനായകന്റെ മരണത്തിൽ പോലീസ് പ്രതിക്കൂട്ടിൽ. കസ്റ്റഡിയിൽ ക്രൂരമർദ്ദനമേറ്റെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ശരീരത്തിൽ ബൂട്ടിട്ട് ചവിട്ടിയതടക്കം മർദ്ദനമേറ്റ പാടുകൾ. കൊടിക്കുന്നിൽ സുരേഷും MK രാഘവനുമടക്കം 6 MP-മാർക്ക് സഭയിൽ സസ്പെൻഷൻ. 5 ദിവസത്തെ ശിക്ഷ ദളിത് പ്രശ്നമുയർത്തി സഭ തടസ്സപ്പെടുത്തിയതിന്. നാളെ മുതൽ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ സമരമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് ന്യൂസ് 18നോട്. ജാമ്യമെന്ന ദിലീപിന്റെ മോഹം പൊലിഞ്ഞു. ദിലീപിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. നടിയെ ആക്രമിച്ച സംഭവം മനസാക്ഷിയെ ഞെട്ടിച്ചതാണെന്ന പ്രോസിക്യൂഷൻ വാദം കോടതി അംഗീകരിച്ചു. ദിലീപ് പുറത്തിറങ്ങിയാൽ ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ ഫോണും സിം കാർഡും ഉൾപ്പെടെയുള്ളവ വീണ്ടെടുക്കാനുള്ള സാധ്യത മങ്ങുമെന്ന വാദവും ഹൈക്കോടതി ശരിവെച്ചു. 14 ദിവസമായി ജയിലിൽ കഴിയുന്ന ദിലീപിന് ഉടൻ പുറത്തിറങ്ങാമെന്ന പ്രതീക്ഷ പൂർണ്ണമായും ഇല്ലാതാക്കുന്നതായിരുന്നു ഹൈക്കോടതി വിധി. കേസിൽ സൂക്ഷ്മമായ ആസൂത്രണവും ഗൂഢാലോചനയും നടന്നെന്ന പ്രോസിക്യൂഷൻ വാദം കോടതി ശരിവെച്ചു. ഒരു സ്ത്രീക്കെതിരെ നടന്ന ഏറ്റവും ക്രൂരമായ പ്രതികാര നടപടിയാണ് ഇത്. നടിയെ ആക്രമിച്ച് ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ ഫോണും മെമ്മറി കാർഡും പുറത്തുപോയാൽ ഗുരുതര പ്രത്യാഘാതം ഉണ്ടാകും. മാനേജർ അപ്പുണ്ണിയെയും പൾസർ സുനിയുടെ ആദ്യ അഭിഭാഷകൻ പ്രതീഷ് ചാക്കോയെയും ചോദ്യം ചെയ്യാൻ ബാക്കിയുണ്ട്. കേസിലെ സാക്ഷികളിൽ അധികവും ചലച്ചിത്ര രംഗത്തു നിന്നുള്ളവരാണ്. ചലച്ചിത്ര മേഖലയിലെ ഉന്നതനായ പ്രതി പുറത്തുപോയാൽ ഇവരെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്ന വാദവും കോടതി ശരിവെച്ചു. ദിലീപിനെതിരായ കൃത്യമായ തെളിവുകളുണ്ടെന്ന വാദവും ഹൈക്കോടതി അംഗീകരിച്ചു. ജാമ്യം നിഷേധിച്ചതോടെ തുടർ നടപടികൾ കൂടിയാലോചനയ്ക്ക് ശേഷം തീരുമാനിക്കുമെന്ന് ദിലീപിന്റെ അഭിഭാഷകൻ രാംകുമാർ പറഞ്ഞു. ന്യൂസ് 18 കൊച്ചി. പ്രൈം ഡിബേറ്റിൽ പങ്കെടുക്കുന്നത് സുപ്രീം കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് രഞ്ജിത്ത് മാരാർ. ഡൽഹിയിൽ നിന്നും മാധ്യമപ്രവർത്തകൻ ശ്രീ റോയ് മാത്യു തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നു. റിട്ടയർഡ് SP ശ്രീ ജോർജ് ജോസഫ് പിന്നാലെ ചർച്ചയിലേക്ക് ചേരും. ശ്രീ PC ജോർജിനെ ടെലിഫോൺ ലൈനിൽ പ്രതീക്ഷിക്കുന്നു. ആദ്യം ശ്രീ റോയ് മാത്യു, ഇക്കാര്യത്തിൽ വലിയ പ്രതീക്ഷയായിരുന്നു ഹൈക്കോടതിയിലെ ഈ ജാമ്യ ഹർജിയിൽ പ്രതിഭാഗത്തിന് 11-ാം പ്രതി ദിലീപിനും അദ്ദേഹത്തിൻ്റെ അഭിഭാഷകനും. ഒരു തെളിവുമില്ല, മാത്രവുമല്ല ചെറിയ സംശയത്തിൻ്റെ പേരിൽ കുടുക്കുകയായിരുന്നു. ദിലീപിൻ്റെ സിനിമാ ജീവിതം തകർക്കുന്നതിന് വേണ്ടിയുള്ള കരുതിക്കൂട്ടിയുള്ള ശ്രമം ഈ നിലയിലൊക്കെയാണ് വളരെ ഗംഭീരമായി ആ ഭാഗം പ്രതിഭാഗം ഹൈക്കോടതിയിൽ അവതരിപ്പിച്ചത്. പക്ഷേ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം പ്രോസിക്യൂഷൻ വെച്ച വിവരങ്ങൾ, വാദങ്ങൾ ഇപ്പോൾ ഈ ജാമ്യം നിഷേധിച്ചുകൊണ്ടുള്ള ഉത്തരവ് പരിശോധിച്ചാൽ ശ്രീ റോയ് മാത്യു മനസ്സിലാകുന്നത് എന്താണ്? പ്രോസിക്യൂഷൻ അതിൻ്റെ അന്വേഷണ രീതി, കണ്ടെത്തലുകൾ ഈ ഘട്ടത്തിൽ അത് പൂർണ്ണമായി ഹൈക്കോടതി വിശ്വസിക്കുന്നു എന്ന നിലയ്ക്കാണോ പ്രാഥമികമായി വിലയിരുത്തേണ്ടത്? തീർച്ചയായും പ്രോസിക്യൂഷനും മുന്നോട്ട് വെച്ച ഒട്ടുമിക്ക വാദങ്ങളും ഒട്ടുമിക്ക തെളിവുകളും കോടതി ഏതാണ്ട് പൂർണ്ണമായി അംഗീകരിച്ചു എന്നാണ് ഇന്ന് പുറത്തിറക്കിയ 11 പേജുള്ള വിധിയിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതായത് കോടതി പൂർണ്ണമായും പോലീസിനെയും അന്വേഷണ ഏജൻസിയായ പോലീസിനെയും പ്രോസിക്യൂഷൻ്റെ വാദങ്ങളും ഏതാണ്ട് പൂർണ്ണമായി അംഗീകരിച്ചു. അവരുടെ വാദങ്ങൾക്ക് ഏതാണ്ട് നല്ല ഒരു അംഗീകാരം കൊടുത്ത മട്ടിലാണ് ആ വിധി പുറപ്പെടുവിച്ചത്. അതിനകത്ത് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം അതിന്
ശ്രീ റോയ് മാത്യു, താങ്കളിലേക്ക് മടങ്ങി വരാം. ശബ്ദ സംപ്രേഷണത്തിൽ ചില തകരാറുകൾ കാണുന്നുണ്ട് എന്നതാണ് ഇപ്പോഴത്തെ ഒരു പ്രശ്നം. അദ്ദേഹത്തിലേക്ക് മടങ്ങി വരാം. ഈ ജാമ്യം നിഷേധിച്ചുകൊണ്ടുള്ള ഉത്തരവിലെ പ്രസക്തമായ വളരെ ഗൗരവതരമായ ഒരു ഭാഗത്തെയാണ് അദ്ദേഹം പരാമർശിക്കാൻ ശ്രമിച്ചത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏതായാലും ഹൈക്കോടതിയുടെ ജാമ്യം നിഷേധിച്ചുകൊണ്ടുള്ള ഉത്തരവ് വന്ന സാഹചര്യം, ആ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ദിലീപിന് ഇക്കാര്യത്തിൽ ഇനി എന്ത് എന്ന ചോദ്യം ഉയരുന്നു. അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണ രീതികൾക്ക് ഹൈക്കോടതിയുടെ അംഗീകാരം എന്ന് തന്നെ പറയാവുന്ന നിലയിലുള്ള ഒരു സമീപനം ഉണ്ടാകുന്നു. ഇപ്പോൾ ശ്രീ പി സി ജോർജ് MLA ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ പി സി ജോർജ്, ഇപ്പോൾ ദിലീപിനെതിരെ നടന്നത് ഒരു ഗൂഢാലോചനയാണ്, ദിലീപിനെതിരായിട്ടൊരു ഗൂഢാലോചന നടന്നു എന്ന ഒരു ഗൗരവപ്പെട്ട ആരോപണം ഉന്നയിച്ചതിൻ്റെ പേരിൽ താങ്കളുടെ മൊഴിയെടുക്കാൻ അന്വേഷണ സംഘം തയ്യാറെടുക്കുന്നു എന്ന വിവരമുണ്ടല്ലോ. ഔദ്യോഗികമായ എന്തെങ്കിലും അറിയിപ്പ് താങ്കൾക്ക് ലഭിച്ചിട്ടുണ്ടോ? എനിക്ക് ഈ നിമിഷം വരെ അറിയിപ്പ് കിട്ടിയിട്ടില്ല. അറിയിപ്പ് കിട്ടിയാൽ തീർച്ചയായും എന്റെ സ്റ്റേറ്റ്മെന്റ് ഞാൻ കൊടുക്കുന്നതാണ്, യാതൊരു സംശയം വേണ്ട. എനിക്ക് വളരെ വ്യക്തമായ സംശയങ്ങളുണ്ട്. ആ സംശയങ്ങൾ ഉന്നയിക്കാതിരിക്കാൻ പറ്റുമോ? അതായത് ദിലീപിന്റെ കാര്യം ഞാൻ നോക്കിയത്, ഇപ്പൊ ഹൈക്കോടതി ഇപ്പോ ജാമ്യം നിഷേധിച്ചു, വലിയ കൊട്ടിഘോഷിക്കുക ജാമ്യം ഹൈക്കോടതി അയാളെ ശിക്ഷിച്ച മാതിരി. ഈ അന്വേഷണം ഇരിക്കുന്ന ഇങ്ങനെ 336, 376 ഒക്കെ കേസ് FIR എടുത്ത് അന്വേഷണം നടക്കുമ്പോൾ ഹൈക്കോടതി അല്ല സുപ്രീം കോടതി പോലും കേസിൽ ഇടപെടില്ല, അവർ ജാമ്യം കൊടുക്കില്ല. ഈ രാംകുറഞ്ഞ വക്കീൽ കാണിച്ച് അബദ്ധമായി പോയി ഞാൻ രാവിലെ മുതൽ പറഞ്ഞില്ലേ, ഒരിക്കലും അത് പോകാൻ പാടില്ലായിരുന്നു. കാരണം അന്വേഷണം നടക്കുകയാണ്, പോലീസ് കൊടുക്കുന്ന കേസ് ഡയറി എന്തോ അതല്ലേ കോടതിക്ക് അംഗീകരിക്കാൻ പറ്റൂ. അവര് പറയുന്ന തെളിവ്, ഇതിന് തെളിവുകളുണ്ട്, അതെല്ലാം പരിശോധിക്കാൻ പറയാണ്. ആ പരിശോധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ ജാമ്യം കിട്ടി, ജാമ്യം കിടന്നു പറഞ്ഞാൽ എന്താ അർത്ഥിക്കുന്നത്? അതുകൊണ്ട് എന്റെ സംശയങ്ങളും വളരെ വിലപ്പെട്ടതാണ്. ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥന്മാർ എന്നോട് അഭിപ്രായം ചോദിച്ചാൽ തീർച്ചയായിട്ടും പറയാം. അവരെ ഫോണിൽ വിളിച്ചാൽ തന്നെ അഭിപ്രായം പറയാൻ തയ്യാറാണല്ലോ. ഇതുവരെ ആരും വിളിച്ചിട്ടില്ല, വിളിച്ചാൽ പറയുന്നതാണ്. അതിലെന്തെങ്കിലും ഒരു അപാകത താങ്കൾക്ക് തോന്നുന്നുണ്ടോ? കാരണം ദിലീപിനെ പിന്തുണച്ചതിന്റെ പേരിൽ താങ്കളെ ചോദ്യം ചെയ്യുന്നു എന്ന മട്ടിൽ അതിനൊരു വ്യാഖ്യാനം വരാം. അങ്ങനെ തോന്നുന്നുണ്ടോ? അത്തരം ഒരു കരുതിക്കുട്ടിയുള്ള വായിലിരിക്കുന്ന കേൾക്കപ്പോ എവനാ എന്നെ ചോദ്യം ചെയ്യുന്നത്? ഇന്ത്യൻ പൗരൻ എന്നുള്ള അവകാശവും അധികാരം വെച്ചോണ്ടാ പോകുന്നത്. എന്നെ ചോദ്യം ചെയ്യാൻ അവന്റെ ഞാൻ വല്ലതും പറയും, എന്റെ വായിന്നൂലം വീടും കേട്ടോ. എന്നെ ചോദ്യം ചെയ്യാൻ എന്റെ അധികാരം ഞാൻ ഉപയോഗിക്കുന്ന അവകാശവും എന്നെ ഒന്നും ഓരോരുത്തരും ചോദ്യം ചെയ്യത്തില്ല. അങ്ങനെ അതായത് താങ്കളെ ആ നിലയിൽ ലക്ഷ്യം വെക്കുന്നു എന്നൊരു ഒരു തോന്നലുണ്ടോ? അതോ ലക്ഷ്യം വെച്ച കുന്തം ആര് മൈൻഡ് ചെയ്യുന്നതിനെയൊക്കെ അതൊന്നും എന്റെ അടുത്ത് വേണ്ട. അതൊക്കെ ചുമ്മാ പിള്ളേരുകളൊന്നും എന്റെ അടുത്ത് വേണ്ട. ഞാൻ കുറച്ച് നാളായി ഈ പണി തുടങ്ങിയിട്ട്. അങ്ങനെയൊക്കെ എനിക്ക് വേറുന്നുണ്ട്. ഇപ്പൊ ദിലീപ് കുറ്റക്കാരനാണെന്ന് പോലീസ് കേസെടുത്തിരിക്കുകയാണല്ലോ. ആ പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ ഒരു കാരണവശാലും കൂടാതെ ഇന്നത്തെ പറഞ്ഞ് മുഖ്യമന്ത്രിയെ കൂടെ ഒന്ന് സ്റ്റേറ്റ്മെന്റ് എടുക്കട്ടെ, മുഖ്യമന്ത്രിയുടെ മൊഴി കൂടെ എടുത്തു കഴിഞ്ഞിട്ട് PC യുടെ മൊഴി എടുക്കാം. അപ്പൊ എങ്ങനെ ഇരിക്കും? നോക്കിക്കളയാം കേട്ടോ. അതാണ് അത് സംബന്ധിച്ച് എനിക്ക് പറയാം. തീർച്ചയായും ഒരു കാര്യം കൂടി ശ്രീ പി സി ജോർജ്, ഇക്കാര്യത്തിൽ ഒരു ഗൗരവപ്പെട്ട ആരോപണമാണ് ഇക്കാര്യത്തിൽ ശ്രീ പി സി ജോർജ് ഉന്നയിച്ചത്. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണത്തിന്റെ ഭാഗമായി അതും ഉൾപ്പെടുത്തേണ്ട ഒരു നിർബന്ധിതാവസ്ഥയിൽ അന്വേഷണ സംഘം എത്തിപ്പെട്ടിട്ടുണ്ടോ? അത് പരിഗണിക്കാതെ കാണാതെ അന്വേഷണത്തിന് പോകാനാവില്ല എന്നാണോ കരുതുന്നത്? ഞാനിപ്പോ അതിന് അഭിപ്രായം പറഞ്ഞ മുൻപേറെ പറയുന്നത് ശരിയല്ല. അങ്ങനെ വരട്ടെ, ഞാൻ നോക്കാം. ഞാനിപ്പോ ഇത് നിർത്തുക, അതുപോലെ ജോലിയിലാണ് ഞാൻ. പിന്നെ കാണാം. ഓക്കെ, റൈറ്റ്. ശ്രീ പി സി ജോർജാണ് ഇപ്പോൾ സംസാരിച്ചത്. ഏതായാലും ആ വിധത്തിലുള്ള ഒരു നീക്കം നടക്കുന്നു പി സി ജോർജിൻ്റെ മൊഴിയെടുക്കാൻ. പക്ഷേ ഔദ്യോഗികമായി ഒരു വിവരം ലഭിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. ആ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്നാണ് സൂചിപ്പിച്ചത്. കോടിയേരിയും മറ്റു ചിലരും ചേർന്ന് ഗൂഢാലോചന നടത്തി എന്ന നിലയിലുള്ള ആരോപണമാണ്, ദിലീപിനെതിരെ ഗൂഢാലോചന നടത്തി എന്ന നിലയിലുള്ള ആരോപണമാണ് ഇക്കാര്യത്തിൽ പി സി ജോർജ് ഉന്നയിച്ചത്. ശ്രീ റോയ് മാത്യു, നേരത്തെ താങ്കൾ ഈ ഹൈക്കോടതി ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് കേട്ടല്ലോ, വളരെ സ്വാഭാവികമായൊരു നടപടിക്രമം മാത്രമാണ് ഇപ്പോൾ ഇതുപോലൊരു ഗൗരവപ്പെട്ട കുറ്റം, സ്ത്രീ പീഡനം, അതും രാജ്യത്ത് ആദ്യമായി കൊട്ടേഷൻ കൊടുത്ത് ബലാത്സംഗം, കൂട്ടബലാത്സംഗം നടത്തുന്ന ആസൂത്രണം നടന്നൊരു കേസ്. അതിൽ സ്വാഭാവികമാണ് പ്രതിക്ക് ജാമ്യം ലഭിക്കില്ല. ആ ആസൂത്രണം ചെയ്തയാൾ, മുഖ്യ സൂത്രധാരൻ, അത് എത്ര വലിയ ആളായാലും, എത്ര വലിയ ആളാകുന്നതോടുകൂടി അതിൻ്റെ സാധ്യത കൂടുതൽ മങ്ങും. അതിനപ്പുറത്തേക്ക് ഒരു പ്രാധാന്യവും ഇതിനില്ല എന്നാണ് പി സി ജോർജ് ഇപ്പോൾ സൂചിപ്പിച്ചത്. താങ്കൾക്ക് ആ വാദഗതിയോട് യോജിപ്പുണ്ടോ? അല്ല, പി സി ജോർജിന്റെ വിശ്വാസം പി സി ജോർജിനെ രക്ഷിക്കട്ടെ. പി സി ജോർജിൻ്റെതായ നിലപാടുകൾ ഉണ്ടാവാം, അതിലൊന്നും തെറ്റൊന്നുമില്ല. പക്ഷേ ഈ സത്യം അതല്ലല്ലോ. സത്യം അതിൽ നിന്നൊക്കെ വളരെ ദൂരെയാണ്, കാതങ്ങൾ അകലെയാണ്. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ഇന്ന് ഞാൻ വീണ്ടും പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം,
ആ ജാമ്യ ഹർജി തള്ളിക്കൊണ്ട് കോടതി പറഞ്ഞൊരു ശ്രദ്ധേയമായ ഒരു കാര്യമുണ്ട്. അതിൻ്റെ 17ാമത്തെ പോയിന്റ്, the case is unique considering its seriousness, meticulous planning, cruel nature of execution, and being a crime executed to wreak vengeance on a woman by engaging criminals to sexually abuse her. Courts have to be circumspect granting bail in such cases. അതായത് ഇതേപോലെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇതേപോലെ ഇത്രയും പ്രാധാന്യമുള്ള ഒരു കേസ് സമീപകാലത്തെങ്കിലും വന്നിട്ടില്ല എന്നുള്ളതാണ് കോടതി നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അതായത് വളരെ കൃത്യമായ പ്ലാനിങ്, സൂക്ഷ്മമായ പ്ലാനിങ്ങോടുകൂടി നടത്തിയ ഈ ഒരു ക്രൂരമായ കുറ്റകൃത്യമാണ് ഇതെന്നാണ് കോടതി പറയുന്നത്. അതായത് ഒരു സ്ത്രീയെ ആക്രമിക്കുന്നതിന് വേണ്ടി ഗുണ്ടകളെ ഉപയോഗിച്ച് ലൈംഗികമായി പീഡിപ്പിച്ച ഈ വ്യക്തിക്ക് ഈ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ജാമ്യം അനുവദിക്കാൻ ആവില്ല എന്നുള്ള കൃത്യമായ സന്ദേശമാണ് കോടതി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? കോടതി അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ച വാദങ്ങൾ ഏതാണ്ട് പൂർണ്ണമായി തന്നെ അംഗീകരിച്ചുകൊണ്ടാണ് ഇന്ന് ഈ കോടതി ഈ വിധി ഈ ജാമ്യാപേക്ഷയിൽ വിധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുവരെ ആൾക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത് എന്തായിരുന്നു? അല്ലെങ്കിൽ PR ഏജൻസികളെ വെച്ച്, സമൂഹത്തിലെ വലിയ ഉന്നതരായ വ്യക്തികളെ ഉപയോഗിച്ച്, പ്രത്യേകിച്ച് അടൂർ ഗോപാലകൃഷ്ണനെ പോലുള്ള സിനിമാ സംവിധായകർ, പോൾ സക്കറിയയെ പോലുള്ള എഴുത്തുകാർ, ഇവരൊക്കെ തന്നെയാണ് ഇതിനെക്കുറിച്ച് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ദിലീപിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ സപ്പോർട്ടിൻ്റെ അളവ് കൂട്ടുന്നതിന് വേണ്ടി പ്രൊഫഷണൽ PR ഏജൻസിയെ വെച്ച് അദ്ദേഹത്തിന് വേണ്ടി സമൂഹ മാധ്യമങ്ങളിലൂടെ അല്ലാതെയൊക്കെ പ്രചരണം നടത്തുക, മാധ്യമങ്ങളെ കടന്നാക്രമിക്കുക, മാധ്യമങ്ങളുടെ ഓഫീസുകൾ വിളിച്ച് ചീത്ത വിളിക്കുക, അവതാരകരെ ചീത്ത വിളിക്കുക, ഇതൊക്കെയായിരുന്നു കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ അതൊന്നും കോടതി മുഖവിലക്കെടുത്തില്ല. കോടതി തെളിവുകളുടെയും നിയമത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഈ കാര്യത്തിൽ ഒരു തീരുമാനത്തിൽ എത്തിച്ചേർന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ വേറൊരു കാര്യം, കോടതി എടുത്തു പറയുന്ന 1-2 സാഹചര്യങ്ങളുണ്ട്. അതായത് ഈ കോൺസ്പിറസി അല്ലെങ്കിൽ ഗൂഢാലോചന നടന്നു എന്ന് പറയുന്ന സാഹചര്യത്തെക്കുറിച്ച് കോടതി വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ no doubt conspiracy is hatched in secrecy and direct evidence is rarely available. ഇല്ലേ, ഇത്തരം ഒരു ഗൂഢാലോചന നടക്കുമ്പോൾ എല്ലാ തെളിവുകളും എല്ലാ വസ്തുതകളും ഒരുപക്ഷെ കിട്ടിയെന്ന് വരില്ല. എന്നിട്ട് പോലും നമ്മൾ ഈ കാര്യത്തിൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കോടതി കേസ് ഡയറി കൃത്യമായി പരിശോധിക്കുകയും അതിനനുസരിച്ചുള്ള ഒരു തീരുമാനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത് സമൂഹത്തിൽ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരാൾ, സ്വാധീനമുള്ള ഒരു വ്യക്തി, ആ സ്വാധീനമുള്ള വ്യക്തി പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ, ജാമ്യം തേടി പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ സാക്ഷികളെ സ്വാധീനിക്കാൻ ഇടയുണ്ട്, അല്ലെങ്കിൽ തെളിവുകൾ നശിപ്പിക്കാൻ ഇടയുണ്ടെന്നുള്ള ഒരു സൂചന കൂടിയാണ്, അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഈ ജാമ്യം തള്ളിക്കൊണ്ടുള്ള വിധിയിൽ പറയുന്നത്. അപ്പോൾ ഇത്ര ക്രൂരമായ അല്ലെങ്കിൽ ഇത്ര ഹീനമായ, തീർച്ചയായും ശ്രീ റോയ് മാത്യു, താങ്കൾ വളരെ സൂക്ഷ്മമായി തന്നെ വളരെ പ്രാധാന്യമുള്ള ഈ ഉത്തരവിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് വിശദീകരിച്ചത്. ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതിൽ നിന്ന് വിട്ടാണെങ്കിൽ പോലും സിനിമാ ലോകവുമായി ബന്ധപ്പെട്ട് കൂടി ഉള്ള ഒരു കാര്യം, കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ ഒരു നിർമ്മാതാവ്, വളരെ പ്രമുഖനായ ഒരു നിർമ്മാതാവ് പറഞ്ഞത്, ഞാനപ്പോൾ സംസാരിച്ചപ്പോൾ ചോദിച്ചത്, എങ്ങനെയുണ്ട് സിനിമാ സുഹൃത്തുക്കളുടെ ഇപ്പോഴത്തെ ഒരു മനോഭാവം? നമ്മൾ ആ ദിവസങ്ങളിൽ കണ്ടതാണ്. അതേ തുടർന്നാണ് പിന്നീടത് ആ ജോലി PR ഏജൻസികൾ താങ്കൾ പറഞ്ഞ പോലെ ഏറ്റെടുക്കുകയായിരുന്നു. ഇപ്പോഴെങ്ങനെയുണ്ട് സിനിമയിലെ സുഹൃത്തുക്കളുടെ പൊതു മനോഭാവം എന്ന് ചോദിച്ചപ്പോൾ ആ സുഹൃത്ത് പറഞ്ഞത്, ഇപ്പോൾ സിനിമയിൽ വലിയ മാറ്റം, ഇപ്പോൾ പലർക്കും മാറ്റം വന്നു തുടങ്ങിയിരിക്കുന്നു, ഒരു വിശ്വാസവും ഒരു ബോധ്യവുമൊക്കെ ഈ കേസുമായി ബന്ധപ്പെട്ട് വന്നു തുടങ്ങിയിരിക്കുന്നു എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞൊരു സാഹചര്യമുണ്ട്. അവിടെയാണ് ഈ ഹൈക്കോടതി ഉത്തരവിൻ്റെ ബലവും പ്രാധാന്യവും വരുന്നത്. 1. 2, ഈ വാദഗതികളൊക്കെ ഉന്നയിച്ചവർക്ക് ഹൈക്കോടതിയുടെ ഈ നിരീക്ഷണങ്ങളെ കണ്ടില്ല എന്ന് നടിക്കാനാകുമോ? പ്രത്യേകിച്ച് നീതിപീഠങ്ങൾക്ക് നമ്മുടെ നാട്ടിലുള്ളൊരു വലിയ പ്രാധാന്യമുണ്ടല്ലോ. അല്ല, ഈ സിനിമാ രംഗത്തുണ്ടായിരുന്ന അധികം പേരും ഒരുപക്ഷെ സ്വപ്ന ലോകത്തോ അല്ലെങ്കിൽ അവരുടെ മായികമായ പ്രപഞ്ചത്തിലൊക്കെ ആയിരുന്നിരിക്കാം. അതുകൊണ്ടായിരിക്കാം യാഥാർത്ഥ്യങ്ങൾ അവർക്കിപ്പോഴും അംഗീകരിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ആ സ്ഥിതിവിശേഷങ്ങൾ മാറിയിരിക്കുന്നു. അതായത് നിയമവ്യവസ്ഥയിൽ, ഇന്ത്യയിലെ നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വാസം എല്ലാവർക്കും ഉണ്ടാകേണ്ട ഒരു കാലഘട്ടത്തെയാണ് ഇതൊക്കെ ഓർമ്മിപ്പിക്കുന്നത്. നിങ്ങൾ എത്ര വലിയ വ്യക്തിയായാലും എത്ര വലിയ സ്വാധീനമുള്ളവരായാലും നിയമത്തിന് മുമ്പിൽ എല്ലാവരും സമന്മാരാണെന്നുള്ള യാഥാർത്ഥ്യം അംഗീകരിച്ചേ മതിയാവുകയുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി ബഹളമുണ്ടാക്കുക, മാധ്യമങ്ങളുടെ വാമൂടി കെട്ടാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അത്തരത്തിലുള്ള PR ആക്ടിവിറ്റീസ് കൊണ്ടൊന്നും ഇതിന് പ്രസക്തിയില്ല. നിങ്ങൾ നിയമത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്നവരാണ്, നിയമത്തെ നിങ്ങൾ അംഗീകരിച്ചേ പറ്റുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യം അംഗീകരിക്കും. കാരണം ഈ കഴിഞ്ഞ 6 മാസങ്ങളിൽ കേരളത്തിലെ 2 രാഷ്ട്രീയ നേതാക്കൾ പീഡന കേസുകൾ പ്രതിയായി. എങ്ങനെയാണ് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ പ്രതികരിച്ചെന്ന് കൂടി സിനിമാ ലോകത്തുള്ളവർ മനസ്സിലാക്കേണ്ടതല്ലേ? കേരളത്തിലെ ഒരു മന്ത്രി തന്നെ പീഡന കേസിൽ പെട്ട്
രാജിവെച്ച് പുറത്തായി. ഇതാണ് ഇപ്പോൾ ഒരു MLA പീഡന കേസിൽ പ്രതിയായി ജയിലിൽ കിടക്കുന്നു. പക്ഷേ ഈ അവസ്ഥകളോടൊക്കെ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ അല്ലെങ്കിൽ അവരുടെ അണികൾ എങ്ങനെയാണ് പ്രതികരിച്ചെന്നുള്ളത് കൂടി ഇവരൊക്കെ ഒന്ന് തിരിച്ചറിയാൻ. ശരിയാണ് റോയ് മാത്യു, ഞാനൊന്നും മടങ്ങി വരാം, ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. സ്ത്രീപീഡന കേസുകളിൽ പോലും തരാതരം പോലെ പ്രതികരിക്കുക, നിലപാടെടുക്കുക എന്ന് പറയുന്ന ഒരു സ്വഭാവം കൂടി താങ്കൾ പറഞ്ഞ പോലെ ഈ കേസുകളിൽ പരിശോധിച്ചാൽ മനസ്സിലാകാവുന്നതാണ്. രാഷ്ട്രീയ താല്പര്യവും രാഷ്ട്രീയ നിലപാടുകളുടെയും അല്ലെങ്കിൽ പ്രതികളാകുന്നവരുടെ പശ്ചാത്തലവും ഒക്കെ തരാതരം പോലെ നിലപാടെടുക്കാൻ പ്രേരിപ്പിക്കുന്ന വ്യത്യസ്തമായ കാഴ്ചയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സുപ്രീം കോടതിയിൽ അഭിഭാഷകൻ അഡ്വക്കേറ്റ് രഞ്ജിത്ത് മാരാർ ഡൽഹിയിൽ നിന്ന് ചേരുകയാണ്. അഡ്വക്കേറ്റ് രഞ്ജിത്ത് മാരാർ, ഇക്കാര്യത്തിൽ വളരെ ഗുരുതരമായ ഹീനമായ ഒരു കുറ്റകൃത്യമാണ് നടന്നത്. അതിൻ്റെ ഗൂഢാലോചന ഭാഗമാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അന്വേഷണ പുരോഗതിയുടെ ഒരു ഘട്ടത്തിൽ 11-ാം പ്രതിയായ ദിലീപ് ജാമ്യ ഹർജിയുമായി ഹൈക്കോടതിയിലെത്തുന്നു. പ്രോസിക്യൂഷൻ അവരുടെ ഇതുവരെയുള്ള കണ്ടെത്തലുകളും തെളിവുപരമായ വിവരങ്ങളും പരാമർശിക്കുന്നു. കേസ് ഡയറി ഹാജരാക്കുന്നു. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ ഹൈക്കോടതി ഒരു ഓർഡർ ഇടുകയാണ്. അപ്പോൾ ഞാൻ ഈ സൂചിപ്പിച്ച പോലെ കേസിൻ്റെ ഒരു അന്വേഷണം ആകെ വിലയിരുത്തി എത്തിച്ചേരുന്ന ഈ നിഗമനം വളരെ പ്രാധാന്യമുള്ളതല്ലേ, നിയമപരമായും അതോടൊപ്പം തന്നെ പൊതുസമൂഹത്തെ സംബന്ധിച്ചും? അഡ്വക്കേറ്റ് രഞ്ജിത്ത് മാരാർ. അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇതൊരു കേസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ഭാഗമായിട്ട് അദ്ദേഹത്തിനെ കസ്റ്റഡിയിലെടുത്തു. കസ്റ്റഡി എടുത്തപ്പോൾ ആദ്യത്തെ 14 ദിവസം എന്ന് പറയുന്നത് ഫസ്റ്റ് റിമാൻഡ് പീരിയഡാണ്. ഫസ്റ്റ് റിമാൻഡ് പീരിയഡിൽ ബെയിൽ ആപ്ലിക്കേഷൻ എനിക്ക് തോന്നുന്നില്ല അവരൊരു ചാൻസ് എടുത്തത് മാത്രമായിരിക്കണം, അക്യൂസ്ഡ് ഒരു ചാൻസ് എടുത്തത് മാത്രമായിരിക്കണം ബെയിൽ കിട്ടാൻ വേണ്ടിയിട്ട്. ബെയിൽ കിട്ടി പുറത്തിറങ്ങാൻ വേണ്ടി എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവുമല്ലോ. മാത്രമല്ല പല കാര്യങ്ങളും ഇദ്ദേഹം ഒരു ബിസിനസ്സുകാരനായതുകൊണ്ടിട്ടും ഒരു ആക്ടർ ആയതുകൊണ്ടിട്ടുള്ള പല സാമ്പത്തിക പ്രശ്നങ്ങളെല്ലാം അദ്ദേഹത്തിന് ഉണ്ടാവുമായിരിക്കും. എന്തായാലും പുറത്തു വരാൻ ആഗ്രഹം ഉണ്ടാവുമായിരിക്കും. പക്ഷേ ഇന്നത്തെ അവസ്ഥയിൽ ഇന്ന് 14 ദിവസമായി. നാളെ ഫസ്റ്റ് റിമാൻഡ് പീരീഡ് കഴിഞ്ഞു. ആദ്യത്തെ ഇൻവെസ്റ്റിഗേഷൻ പർപ്പസിന് വേണ്ടിയിട്ടുള്ള പോലീസ് കസ്റ്റഡി ചോദിക്കാനുള്ള 167(2) അനുസരിച്ചിട്ടുള്ള കസ്റ്റഡി ചോദിക്കാനുള്ള 14 days പീരീഡ് കഴിയാണ്. ഇനിയിപ്പോൾ പോലീസ് കസ്റ്റഡി ഈ കേസിൽ എടുക്കാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോൾ ചേഞ്ച് ഓഫ് സർക്കംസ്റ്റാൻസസ് എല്ലാം പറഞ്ഞുകൊണ്ട് പിന്നീട് ബെയിൽ ആപ്ലിക്കേഷൻ വരികയായിരിക്കും. എന്തായാലും എനിക്ക് തോന്നുന്നില്ല ദിലീപിൻ്റെ അഭിഭാഷകനാണെങ്കിൽ പോലും ഇത്രയും പെട്ടെന്ന് ജാമ്യം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഈ കേസിൽ. പ്രത്യേകിച്ച് ഈ കേസ് വളരെ സെൻസേഷണലാക്കി നിർത്തുന്ന അവസ്ഥയിൽ. ഇതെല്ലാം കോടതി നോക്കിയിട്ടുണ്ട്. കോടതി നോക്കിയ ഒരു കാര്യം പറയുന്നത് എന്താ വെച്ചാൽ ഇൻവെസ്റ്റിഗേഷൻ പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിൽ മെറ്റീരിയൽ ആയിട്ടുള്ള ചില സാധനങ്ങൾ കണ്ടു കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ടിട്ട് അദ്ദേഹത്തിനെ ഇപ്പോൾ റിലീസ് ചെയ്യണത് ഇൻവെസ്റ്റിഗേഷനെ ബാധിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ജഡ്ജ്മെൻറ്റ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ നമുക്ക് മനസ്സിലാവുമ്പോൾ തന്നെയുള്ള ഒരു കാര്യം എന്താണെന്ന് ചെയ്യാം, നമ്മളിപ്പോൾ എല്ലാം പറയുന്നുണ്ട് ഇദ്ദേഹം ഈ ഞാൻ ഇപ്പോൾ റോയ് മാത്യു പറയണത് ജസ്റ്റ് കേട്ടിരുന്നു. അദ്ദേഹം പറയുന്നത് ഇതിൽ ഏറ്റവും വലിയ പീഡനം നടന്നിട്ടുണ്ടെന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നിൽക്കുന്ന പലരും പല സ്റ്റാൻഡ് എടുക്കുന്നതെല്ലാം പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇൻവെസ്റ്റിഗേഷൻ പ്രോഗ്രസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു എവിഡൻസ് കളക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ അത് ഇൻവെസ്റ്റിഗേഷൻ്റെ ഒരു ഫെബ്രുവരിയിൽ നടന്ന ഒരു ഇൻസിഡൻ്റ് ആണ്. നമ്മൾ വന്ന് നിൽക്കുന്നത് ജൂലൈയിലാണ്. അങ്ങനെ വന്ന് നിൽക്കുമ്പോൾ ഇൻവെസ്റ്റിഗേഷൻ ഇത്രയും ദിവസമായിട്ടും ഒരു സ്ഥലത്തേക്ക് പ്രോഗ്രസ് ചെയ്തില്ല എന്ന് പറയുന്നത് തന്നെ സത്യത്തിൽ പ്രോസിക്യൂഷൻ്റെ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയുടെ ഒരു ഫെയിലിയർ ആയിട്ട് വേണം കൺസിഡർ ചെയ്യാൻ. ആ ഫെയിലിയർ ഇനി സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം ഹൈക്കോടതി സത്യത്തിൽ ഇപ്പോൾ ജാമ്യം നിഷേധിച്ചിട്ടുണ്ടാവുക. അതൊരു പ്രൊസീജിയർ മാത്രമാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ ഒരു മന്ത്രിയുടെ പീഡന കേസിനെ കുറിച്ച് അല്ലെങ്കിൽ അതുപോലത്തെ ഫോൺ സംഭാഷണത്തിൻ്റെ കേസിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അതിൽ പോലും ഈ ഫസ്റ്റ് റിമാൻഡ് പീരീഡ് കഴിഞ്ഞ് സെക്കൻഡ് റിമാൻഡ് പീരീഡിന് മുമ്പായിട്ടാണ് അതിലെ അക്യൂസ്ഡിന് ആ ഒരു മാധ്യമപ്രവർത്തകർ പ്രവർത്തിച്ച കേസിൽ പോലും കിട്ടിയിരിക്കുന്നത്. അന്നും അവർക്ക് വേണ്ടിയിട്ട് രാംകുമാർ സാർ തന്നെയാണ് ഹാജരായത്, അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ സബ്സിക്വൻ്റ്ലി അതേ ബെഞ്ച് തന്നെ ഇനി കസ്റ്റഡിയുടെ ആവശ്യമില്ല എന്ന് കണ്ടുകൊണ്ട് അവർക്ക് ബെയിൽ കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. സെയിം ഒഫൻസ് തന്നെയാണ് ഇതിലും വന്നിരിക്കുന്നത്. അതിൻ്റെ മാഗ്നിറ്റ്യൂഡിന് വ്യത്യാസം ഉണ്ടായിട്ടുണ്ടാവും, എന്നാൽ പോലും സെയിം ഒഫൻസാണ് വന്നിരിക്കുന്നത്. എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് ഈ ഒരു ബെയിൽ ആപ്ലിക്കേഷൻ കൺസിഡർ ചെയ്യുന്ന രീതി, ഇപ്പോൾ നമ്മൾ വന്നിട്ട് ഇവിടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ ഈ സംസാരിക്കാൻ സത്യത്തിൽ നമ്മളെല്ലാം ഫോഴ്സ്ഡ് ആവുകയാണ് ചെയ്യുന്നത്. കാരണം പല ഒപ്പീനിയൻ പലരും പറയുന്നുണ്ട്, പ്രത്യേകിച്ച് മാധ്യമപ്രവർത്തകർ, ഞാൻ ആങ്കറിനെ ഉദ്ദേശിച്ചിട്ടല്ല പറയുന്നത്, വേറെ പല രീതിയിലും ആൾക്കാർ പല ഒപ്പീനിയൻസ് ജനറേറ്റ് ചെയ്യുമ്പോൾ
ജനങ്ങൾക്ക് അത് മനസ്സിലാക്കാനുള്ള അർഹതയുണ്ട്, അവർക്ക് അതിനുള്ള അവകാശമുണ്ട്. അതുകൊണ്ടിട്ടാണ് നമ്മൾ ഇതിൽ വന്ന് സംസാരിക്കേണ്ടത്. ബെയിൽ ആപ്ലിക്കേഷനിലെ കൺസിഡറേഷൻസ് ഒരിക്കലും അൾട്ടിമേറ്റ് കൺവിക്ഷനിലേക്കുള്ള കൺസിഡറേഷൻസ് അല്ല. അത് അഡ്വക്കേറ്റ് രഞ്ജിത്ത് മാരാർ തീർച്ചയായും നമ്മുടെ സമൂഹം ഈ സെൻസേഷണലായി ഇതിനെയൊക്കെ കാണുന്നു എന്ന് പറയുമ്പോഴും ഇതിനെ വേർതിരിച്ച് കാണാനൊക്കെയുള്ള നല്ല വകതിരിവ് നമ്മുടെ പ്രേക്ഷകർക്ക്, നമ്മുടെ നാട്ടുകാർക്ക് ഉണ്ട് എന്ന് വിശ്വസിക്കുന്നയാളാണ് ഞാൻ. ഇവിടെ ഇതൊരു അൾട്ടിമേറ്റ് കൺവിക്ഷൻ ആണ് എന്നും മെറിറ്റിന്മേലാണ് ഇതെല്ലാം പരിശോധിക്കുന്നതെന്നും പരിഗണിക്കുന്നതെന്നും ദിലീപാകെ കുറ്റക്കാരനായി ഇനി ഒരിക്കലും പുറത്തിറങ്ങാത്തയാളായി അവർ ധരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ ഒരു പ്രധാന പ്രശ്നം താങ്കൾ പറഞ്ഞ പോലെ പ്രോസിക്യൂഷന്റെ കാര്യത്തിൽ ഇതുവരെ അവർ തെളിവുകളുടെ കാര്യത്തിൽ പറയുന്ന വിവരങ്ങളുണ്ട്. ഇപ്പോൾ 8ാമത്തെ പേജിൽ അവരാദ്യമായി ഹോട്ടലിൽ വെച്ച് കണ്ടതിനെ പറ്റിയും അവിടെ വെച്ചാണ് ഇതിൻ്റെ തുടക്കമെന്നും അതിന് ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫർ ചെയ്തുവെന്നും അതിന് ഹോട്ടൽ റെക്കോർഡ്സ് റിലേ ചെയ്യുന്നുവെന്നും ഒക്കെ 14ാമത്തെ പാരഗ്രാഫിൽ പ്രോസിക്യൂഷന്റെ വാദത്തിന്റെ ഭാഗമായി, നിലപാടിന്റെ ഭാഗമായി ഈ ജഡ്ജ്മെന്റിൽ, ഈ ഓർഡറിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ തുടർന്ന് 5 ഇടങ്ങളിൽ ഇവർ തമ്മിൽ കണ്ടുമുട്ടിയിരുന്നുവെന്നും അത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിയുന്നത് കോൾ റെക്കോർഡ്സ് ഡീറ്റെയിൽസ് വെച്ചും ടവർ ലൊക്കേഷൻ മൊബൈൽസ് വെച്ചും ഡയറക്റ്റ് ഓറൽ എവിഡൻസ് വഴിയും ഒക്കെ കഴിയുന്നു എന്നും ഒക്കെ പ്രോസിക്യൂഷൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ സാധാരണ കേസുകളിൽ, ഇത്തരം കേസുകളിൽ കേസ് ഡയറിയും ഹാജരാക്കിയതാണ്. ഇപ്പോൾ സംശയങ്ങളുണ്ട് എങ്കിൽ ഇപ്പോൾ ഇങ്ങനെ ഗൗരവമായ തെളിവുകൾ, താങ്കൾ പറഞ്ഞ പോലെ അടക്കം തെളിവുകൾ സഫീഷ്യൻ്റ് അല്ല എന്ന് തോന്നുന്ന ഒരു ഘട്ടം വന്നാൽ ഒരു കോടതിയും ഒരു സംശയമായെങ്കിലും അത് ചോദിക്കാതിരിക്കില്ല, അതൃപ്തികൾ പ്രകടിപ്പിക്കാതിരിക്കില്ല. ഇതൊന്നും ഈ കേസിൽ കണ്ടതായി വാദമധ്യേ നമ്മൾ ആരും കണ്ടിട്ടില്ല. പ്രോസിക്യൂഷൻ എടുക്കുന്ന നിലപാടിനെ പൂർണ്ണമായും ശരിവെച്ചുകൊണ്ടാണ് ഈ ഘട്ടത്തിൽ ജാമ്യം നൽകാനാകില്ല എന്ന് പറയുന്നത്. അതൃപ്തി അറിയിക്കാനോ ചോദ്യങ്ങൾ ചോദിക്കാനോ വിമർശിക്കാനോ സംശയിക്കാനോ സ്വാഭാവികമായും കോടതികൾ ശ്രമിക്കാറുണ്ട്. അത് കണ്ടിട്ടില്ല ഈ കേസിൽ ഹൈക്കോടതി. അത് തെറ്റാണ്. നമ്മുടെ തീർത്തും താങ്കളുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, എന്നോടുള്ള ഒരു ആർഗ്യുമെൻ്റ് പോലെ പറയുന്നത് തീർത്തും തെറ്റാണ്. കാരണം ഞാൻ പറയാം, ഒരു മെച്യൂർഡ് കോടതി എന്നുള്ള നിലയ്ക്ക് രണ്ടുപേരുടെ വാദങ്ങളും റെക്കോർഡ് ചെയ്യും. രണ്ടുപേരുടെ വാദങ്ങളിലും ഒരു നിഗമനത്തിൽ എത്തില്ല. പകരം കോടതി എന്തുകൊണ്ടിട്ടാണ് ഡിസ്മിസ് ചെയ്തേക്കുന്നത്, ബെയിൽ ആപ്ലിക്കേഷൻ ഈ സ്റ്റേജിൽ ഡിസ്മിസ് ചെയ്തേക്കണതിൻ്റെ കാര്യം പറയുന്നുണ്ട്. അതേപോലത്തെ ഒരു മെച്യൂർഡ് കോടതിയാണ് ഇന്ന് ഇൻവെസ്റ്റിഗേഷന് എതിരെ ഒരു പരാമർശം കൊണ്ടുവരാനോ അല്ലെങ്കിൽ മറ്റേ അക്യൂസിന് അനുകൂലമായിട്ടോ പ്രതികൂലമായിട്ടോ ഒരു പരാമർശം പറയാത്തത് തന്നെ കോടതി മെച്യൂർഡ് ആയതുകൊണ്ടിട്ടാണ്. അത് വളരെ മെച്യൂർഡ് ആയിട്ടുള്ള രീതിയിലാണ് ആ ജഡ്ജ്മെൻറ്റ് ഡിസ്മിസ് ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ ആരും ഒരു വലിയ മാജിക് ഒന്നും സംഭവിക്കുന്നതെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. നമുക്ക് മാത്രമാണ് ഒരു എന്താ പറയുക, ഇന്ന് കിട്ടിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് നമ്മളെല്ലാവരും മറ്റേ ഇദ്ദേഹത്തിൻ്റെ ഇമേജ് പ്രൊട്ടക്ട് ചെയ്യാൻ ഇദ്ദേഹത്തിൻ്റെ ആൾക്കാരെല്ലാവരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവുമായിരിക്കും. പക്ഷേ ഇന്ന് ബെയിൽ തള്ളിയത് കൊണ്ടിട്ട് അത് പ്രോസിക്യൂഷൻ്റെ എല്ലാ വാദങ്ങളും കോടതി അംഗീകരിച്ചു എന്നോ അല്ലെങ്കിൽ അക്യൂസിൻ്റെ എല്ലാ വാദങ്ങളും നിരാകരിച്ചു എന്നോ ആ ജഡ്ജ്മെൻറ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം ഹൈക്കോടതിയുടെ ജഡ്ജ്മെൻറ്റ് വളരെ മെച്യൂർഡ് ആയിട്ടുള്ളൊരു ജഡ്ജ്മെൻറ്റാണ്. ബാലൻസ്ഡ് ആയിട്ട് രണ്ടുപേരുടെയും വാദങ്ങൾ പറഞ്ഞുപോയി. അവസാനം പറയുന്നത് ഇൻവെസ്റ്റിഗേഷൻ്റെ സമയത്ത് ഈ സമയത്ത് തൽക്കാലം ജാമ്യം കൊടുക്കേണ്ടതില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. 2 കാരണങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അത് എത്രത്തോളം ഈ കേസിൽ വരുമോ, അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതെല്ലാം തീരുമാനിക്കേണ്ടത് പിന്നീട് കോടതികളാണ്. ഒരു കാര്യം പറയുന്നത്, ഇദ്ദേഹം ഇൻഫ്ലുവൻഷ്യൽ ആയിട്ട് വേണമെങ്കിൽ സ്വാധീനിക്കാൻ ശ്രമിക്കാം എന്നുള്ളൊരു വാദവും. രണ്ടാമത്തെ കാര്യം പറയുന്നത്, ഇനി ഇൻവെസ്റ്റിഗേഷൻ പ്രോഗ്രസ് ചെയ്യുന്ന സമയത്ത് ചില എവിഡൻസസ് കളക്ട് ചെയ്യേണ്ടത്. അതുകൊണ്ട് തൽക്കാലം ഇദ്ദേഹത്തിന് ബെയിൽ കൊടുക്കുക, അറ്റ് ദിസ് സ്റ്റേജ് ബെയിൽ കൊടുക്കേണ്ട കാര്യമില്ല എന്നുള്ള നിലയ്ക്കാണ് പറയുന്നത്. ഇതിനെല്ലാം നമ്മൾ ഇരുന്നിട്ട് ഈ പ്രോസിക്യൂഷൻ പറഞ്ഞ വാദങ്ങളെല്ലാം കോടതി അംഗീകരിച്ചു എന്ന് പറയുന്നത് വളരെ പ്രിമച്യൂർ ആയിട്ടുള്ളൊരു സ്റ്റേജാണ്. അത് പറയാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു എന്താ പറയുക, എൻ്റെ ഏറ്റവും വലിയ റിക്വസ്റ്റ്. ഇതിൽ നമ്മൾ ഈ സമയത്ത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇതുപോലത്തെ കേസസ് എല്ലാം നമ്മൾ ഡിസ്കഷൻ ഞാൻ പറയട്ടെ, അതിൽ ഞാൻ പറയണത് ഫുള്ളാക്കാൻ സമ്മതിക്കണം. അത് ഞാൻ പറയണത് ഫുള്ളാക്കാൻ സമ്മതിക്കണം. നമ്മൾ തമ്മിലുള്ള ഒരു മ്യൂച്വൽ റെസ്പെക്ട് ഉണ്ടാവുള്ളൂ. അതാണ് ഇതുപോലെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ ഇത് ഇങ്ങനെ തന്നെ പറഞ്ഞു, ഇങ്ങനെയാണ് വന്നേക്കണേ എന്നുള്ളത് നമ്മൾ അടിച്ചു ഏൽപ്പിക്കുമ്പോഴുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും അത് ബിലീവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ആങ്കേഴ്സിനെ എല്ലാം മാധ്യമ പ്രവർത്തകർ നമ്മുടെ 4th സ്റ്റേറ്റാണ്. അവർ പല കാര്യങ്ങളും അണർത്ത് ചെയ്യുമ്പോൾ അവർക്ക് ഭയങ്കര റെസ്പെക്റ്റ് നമ്മുടെ സൊസൈറ്റി കൊടുക്കുന്നുണ്ട്. ഈ റെസ്പെക്റ്റ് കൊടുക്കുന്നത് കൊണ്ട് തന്നെ
പലരും നമ്മളെ ടേക്കൺ ഫോർ ഗ്രാൻഡഡ്, അതായത് മാധ്യമപ്രവർത്തകരെ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയിട്ട് ബിലീവ് ചെയ്യുകയും അതിൽ വിശ്വസിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാനൊരു ഉദാഹരണം കൂടി പറയാം. ഇപ്പം മാധ്യമത്തിൽ വന്നിരുന്ന് സംസാരിക്കുന്ന വക്കീലന്മാരെല്ലാം ഏറ്റവും നല്ല വക്കീലന്മാരൊന്നുമല്ല, ലോകത്തെ ഇന്ത്യയിലുള്ള ഏറ്റവും നല്ല വക്കീലന്മാരൊന്നുമല്ല. അവർക്ക് എന്തോ ഒരു ഓപ്പർച്യൂണിറ്റിയും അതേപോലെ ഒരു ടൈമിംഗ് കറക്റ്റ് ആവണമെന്ന് മാത്രം കണക്കാക്കിയാൽ ഇതിൽ നല്ല വക്കീലന്മാരുണ്ട്. പക്ഷേ ജനം ബിലീവ് ചെയ്യുന്നത് ഏറ്റവും നല്ല വക്കീലന്മാരാണ് വന്നേന്നുള്ള. എനിക്ക് വലിയ വിയോജിപ്പ് അതിനോടുണ്ട്. ദയവായി എനിക്ക് മനസ്സിലാവാത്തതാണ് അഡ്വക്കേറ്റ് രഞ്ജിത്ത് മാരാർ, വിത്ത് ഓൾ റെസ്പെക്ട്. കാരണം നമ്മുടെ പ്രേക്ഷകർ, മലയാളി പ്രേക്ഷകർ, കേരളീയർ വളരെ സെൻസിറ്റീവായി ഈ കാര്യങ്ങളെ കാണുന്നു എന്ന് പറയുമ്പോൾ തന്നെ അവർ ഇതിനെല്ലാം അങ്ങനെ വൈകാരികമായൊരു നിലപാടിൽ നിന്നും മാത്രം കാണും എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഞാനൊരു ചെറിയ കാര്യം മാത്രം ചോദിക്കാം റോയ് മാത്യുവിലേക്ക് പോകും മുമ്പ്. പ്രോസിക്യൂഷൻ്റെ വാദം മനസ്സിലാക്കിയും ശരിവെച്ചും ഈ ജാമ്യ ഹർജി തള്ളിയിരിക്കുന്നു എന്ന് കരുതാൻ ഇടയുണ്ടോ? കാരണം ആ ഓരോ പാരഗ്രാഫിലായി പ്രോസിക്യൂഷൻ വിശദീകരിക്കുന്ന കാര്യങ്ങൾക്ക് ശേഷമാണ് ഈ ഘട്ടത്തിൽ പ്രതിക്ക് ഇന്ന സാഹചര്യങ്ങൾ ഉള്ളതുകൊണ്ട് ജാമ്യം നൽകാനാകില്ല എന്ന് കോടതി, അതായത് പ്രോസിക്യൂഷന്റെ വാദം ഈ ഘട്ടത്തിൽ ശരിവെച്ചുകൊണ്ട് ജാമ്യം നിഷേധിക്കുന്നു കോടതി, മെച്യൂർഡ് കോടതി, ഹൈക്കോടതി. അതിലൊന്നും നമ്മൾ തമ്മിൽ തർക്കമില്ല. അതിൽ പ്രോസിക്യൂഷൻ്റെ കോടതി കൺസിഡർ ചെയ്തിരിക്കുന്നത് പ്രോസിക്യൂഷൻ്റെ ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, ഇന്നത്തെ അവസ്ഥയിൽ പ്രോസിക്യൂഷന് ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ തൽക്കാലം പ്രോസിക്യൂഷൻ്റെ കൂടെ കോടതി നിന്നുകൊണ്ട് അദ്ദേഹത്തിന് ജാമ്യം കൊടുക്കേണ്ടതില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിലെ ഏറ്റവും വലിയ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ജനങ്ങൾ സെൻസിറ്റീവ് ആവണതിനേക്കാട്ടിലും കൂടുതൽ സെൻസിബിൾ ആവുകയാണ് വേണ്ടത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്നതിൽ ഒരു പക്വത ആർജിക്കാൻ നമുക്ക് പറ്റും. രണ്ടാമത്തെ കാര്യം, കോടതി ഇന്നത്തെ ഇതിൽ സെൻസിബിൾ ആയിരുന്നു. സെൻസിബിൾ ആയതുകൊണ്ടിട്ടായിരിക്കണം അദ്ദേഹത്തിൻ്റെ ജാമ്യാപേക്ഷ ഇന്നത്തെ രീതിയിൽ തള്ളിയിരിക്കുന്നത്. ഇനി രണ്ടാമത് ജാമ്യാപേക്ഷ മൂവ് ചെയ്താൽ ഇനി വേറെ സിറ്റുവേഷൻസ് ഈ അക്യൂസ്ഡ് ഫേസ് ചെയ്യാൻ പോകുന്നുണ്ട്. ഇദ്ദേഹത്തിനുള്ള ഏറ്റവും വലിയ സിറ്റുവേഷൻ അദ്ദേഹം ഫേസ് ചെയ്യാൻ പോകുന്നത്, ഇനി ചേഞ്ച് ഓഫ് സർക്കംസ്റ്റാൻസ് ഇല്ലെന്നുണ്ടെങ്കിൽ ഈ ബെയിൽ ആപ്ലിക്കേഷൻ ഇനി കൺസിഡർ ചെയ്യില്ല. ഇനി ചേഞ്ച് ഓഫ് സർക്കംസ്റ്റാൻസസ് കാണണം. അതുമാതിരി താഴെ കോടതി ഇത് കൺസിഡർ ചെയ്യണമെന്നില്ല. ഇനി മജിസ്ട്രേറ്റ് കോടതിയിലോ സെഷൻസ് കോടതിയിലോ പോയാൽ അദ്ദേഹത്തിന് ജാമ്യം കിട്ടാനുള്ള സാധ്യത വിരളമാണ്. ഇനി ഹൈക്കോടതിയോ അല്ലെങ്കിൽ അതിൽ ഉന്നതമായിട്ടുള്ള കോടതികളോ കൺസിഡർ ചെയ്യേണ്ടി വരും. എന്നാൽ പോലും ചേഞ്ച് ഓഫ് സർക്കംസ്റ്റാൻസസ് ഉണ്ടെങ്കിലാണ് അദ്ദേഹത്തിന് ജാമ്യം കിട്ടുള്ളൂ. ചേഞ്ച് ഓഫ് സർക്കംസ്റ്റാൻസസ് വരും, 2-3 ദിവസത്തിനുള്ളിൽ അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് കസ്റ്റഡി പീരീഡ് വരും. ഇനി കസ്റ്റഡിയുടെ ആവശ്യമില്ലാതെ വരും. എന്നാൽ പോലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും മാസമായിട്ട് ഒരു എവിഡൻസ് ഇതിൽ എന്താ പറയുക, ജാമ്യ ഹർജി തള്ളുമ്പോൾ പോലും കോടതി യഥാർത്ഥത്തിൽ പ്രോസിക്യൂഷൻ പറഞ്ഞതിനെ പൂർണ്ണമായും അതേപടി അങ്ങ് ശരിവെച്ചുകൊണ്ട് അതാണ് ശരി എന്ന നിലയിലുള്ള ഒരു വിലയിരുത്തലിലേക്കല്ല, ഈ ഘട്ടത്തിൽ അന്വേഷണം ശരിയായ നിലയിൽ മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നതടക്കമുള്ള ഒരു മെച്യൂർഡ് പൊസിഷനാണ് എടുത്തത്. അതിനപ്പുറത്തേക്ക് വലിയൊരു ആഘാതം, നഷ്ടം പ്രതിഭാഗത്തിന് സംഭവിച്ചതായി കരുതേണ്ടതില്ല. ഒന്ന്, ഇപ്പോഴും അദ്ദേഹം തന്നെ പറയുന്നത് തെളിവുകളുടെ വലിയ അഭാവം, മാസങ്ങൾ കഴിഞ്ഞിട്ടും കാര്യമായ തെളിവുകളിലേക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല എന്നതുപോലെയുള്ള വിമർശനം ഇപ്പോഴും ഈ കാര്യത്തിൽ അടക്കം നിൽക്കുന്നു. ഹൈക്കോടതിയുടെ ഈ ജാമ്യം നിഷേധിക്കുന്ന ഘട്ടത്തിലും അത്തരം ഇഷ്യൂസ് ഇക്കാര്യത്തിൽ ഉണ്ട് എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. ആ നിലയ്ക്ക് ഈ അന്വേഷണത്തിൻ്റെ ദിശ യഥാർത്ഥത്തിൽ ഒരു തരത്തിൽ ശരിയായ ദിശയിലല്ല എന്ന് വിചാരിക്കുന്നുണ്ടോ താങ്കൾ? അതോ അന്വേഷണം ഗൗരവമായി പുരോഗമിക്കുന്നു എന്ന് കരുതുന്നയാളാണോ? കാരണം ഈ ബെയിൽ റിജക്ഷൻ ഓർഡർ വായിച്ചയാളാണല്ലോ താങ്കളും. അല്ല, ആദ്യഘട്ടത്തിൽ പൾസർ സുനിയെ പ്രതിയാക്കിക്കൊണ്ടുള്ള കേസായിരുന്നു ആദ്യഘട്ടത്തിൽ. അതിൻ്റെ അന്വേഷണവും അതിനുശേഷം അതിൻ്റെ കുറ്റപത്ര സമർപ്പണവും കഴിഞ്ഞു. അതിനുശേഷമുണ്ടായ സിറ്റുവേഷൻസാണ് ഈ ദിലീപിലേക്ക് എത്തിയത്. ദിലീപിൻ്റെ അറസ്റ്റും ഇപ്പോഴത്തെ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടുള്ള കോടതിയുടെ വിധിയും ഒക്കെ ഉണ്ടായത്. അപ്പോൾ അതൊരു പുതിയ സിറ്റുവേഷൻസാണ്. ആ സിറ്റുവേഷൻസിനകത്തേക്ക് ഈ തെളിവുകൾ കണ്ടെത്താനുള്ള ശ്രമമാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രധാനപ്പെട്ട പിന്നെ ഫോണും അതുപോലെ തന്നെ ദൃശ്യങ്ങളടങ്ങിയ മൈക്രോ ചിപ്പുമാണ് ഇനിയും കിട്ടാൻ ബാക്കിയുള്ളത്. അപ്പോൾ അതിൻ്റെ അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് ഇനി പല പ്രതികളെ പിടിക്കാനുണ്ട്, ആ പുണ്യമുണ്ട്, അല്ലെങ്കിൽ ഇനി അത് സംബന്ധിച്ച് കൂടുതൽ പേര് വരാനുണ്ടായിരിക്കാം. അപ്പം അതിനുശേഷമേ നമുക്ക് പൂർണ്ണമായ ഒരു നിഗമനത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. എനിക്ക് ശ്രീ അഡ്വക്കേറ്റ് മാരാർ പറഞ്ഞതിനകത്ത് ഒരു വിയോജിപ്പുള്ളത്, അതായത് അദ്ദേഹം പറയുന്നത് കേട്ടിരുന്നത് കേരളത്തിലെ മാധ്യമങ്ങൾ മുഴുവൻ കോടതിയെ
അല്ലെങ്കിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള പ്രചരണങ്ങളാണ് നടത്തുന്നത്. അതൊരിക്കലും ശരിയായ ഒരു നിരീക്ഷണമല്ല. കാരണം ഒരു കാര്യം നമ്മൾ കാണേണ്ടിയിരിക്കുന്നത്, കേരളത്തിൽ തന്നെ 10-30 ലക്ഷം കോപ്പിയുള്ള നിരവധി പത്രങ്ങളുണ്ട്. അതുപോലെ തന്നെ വലിയ സ്വാധീനമുള്ള ചാനലുകളുണ്ട്. ഇവരൊക്കെ ഉണ്ടായിട്ടും രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കനുസരിച്ച് വിധി എഴുതാനുള്ള ഒരു ധാർമ്മിക ശക്തിയും അതുപോലെ തന്നെ രാഷ്ട്രീയ ഇച്ഛാശക്തിയുമുള്ള ജനങ്ങളാണ് കേരളത്തിലുള്ളത്. അപ്പം കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ നിങ്ങൾ വെക്കുന്ന അല്ലെങ്കിൽ മാധ്യമങ്ങൾ വെക്കുന്ന കാര്യങ്ങൾ, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വിധി നിർണ്ണയം കോടതിയോ അല്ലെങ്കിൽ ജനങ്ങളോ നടത്തുമെന്നൊന്നും ഞങ്ങളാരും കരുതുന്നില്ല. കാരണം അതല്ല ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം. അങ്ങനെയാണെങ്കിൽ അടിയന്തരാവസ്ഥ കഴിഞ്ഞിട്ട് സെൻസർഷിപ്പുള്ള സാഹചര്യത്തിൽ ഒരിക്കലും വാർത്തകളൊന്നും അറിയാനുള്ള ഒരു സാഹചര്യത്തിൽ ഇന്ത്യയിലെ ജനങ്ങൾ ഇന്ദിരാഗാന്ധിക്കെതിരെ വിധി എഴുതിയില്ലേ? ഇന്ദിരാഗാന്ധിക്ക് സ്തുതി പാടുന്ന മാധ്യമങ്ങളായിരുന്നു അക്കാലത്തുണ്ടായിരുന്നത്. അപ്പോൾ അതൊന്നുമല്ല യാഥാർത്ഥ്യങ്ങൾ. മാധ്യമങ്ങൾ ചില ഇഷ്യൂസ് പൊതുജന സമത്വത്തിലേക്ക് വെക്കുന്നു. കോടതി അത് സ്വാധീനിക്കുന്നുണ്ടെന്നും പറയാം. കോടതിയുടെ മുമ്പിൽ മാധ്യമങ്ങൾ വരുന്ന റിപ്പോർട്ടല്ലല്ലോ, കോടതിയുടെ മുമ്പിൽ തെളിവുകളും അങ്ങനെ അതിനോടനുബന്ധിച്ച് വരുന്ന കാര്യങ്ങളുമാണ് എപ്പോഴും കോടതി പരിഗണിക്കുന്നത്. അപ്പോൾ അതാണ് സത്യം. മാധ്യമങ്ങളെ ഈ കാര്യത്തിൽ കുറ്റപ്പെടുത്തിയിട്ട് അല്ലെങ്കിൽ മാധ്യമങ്ങളെല്ലാം സെൻസേഷണൽ ചെയ്യുന്നു പറയുന്നിട്ട് അതിനകത്ത് ഒരു അർത്ഥമില്ലാത്ത കാര്യങ്ങളാണ്. അത് കുറേ ദിവസങ്ങളായി നടക്കുന്ന ഒരു അറ്റാക്കിന്റെ ഭാഗമെന്ന് ഞാൻ കരുതുന്നു. കാരണം ഇവിടെ സത്യത്തിന് നിരക്കാത്ത എന്ത് കാര്യങ്ങളാണ് മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്നത്? അങ്ങനെ എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ? മാധ്യമങ്ങളുടെ കൃത്യമായ ജാഗ്രതയോടുകൂടി ഇരുന്നത് കൊണ്ട് മാത്രമാണ് ഈ ഇഷ്യൂസ് ഇത്രയെങ്കിലും എത്തിയത്. അല്ലെങ്കിൽ ഇതെന്നേ മൺമറഞ്ഞു പോകുമായിരുന്നു. അതാണല്ലോ നമ്മൾ പല ഇതുപോലുള്ള സെൻസേഷണൽ കേസുകൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ മാധ്യമങ്ങളെ നിശബ്ദരാക്കണമെന്ന് പല സാഹചര്യങ്ങൾ പലർക്കും തോന്നുന്നുണ്ടാവാം. അത് ഏതായാലും ജനാധിപത്യ സമൂഹത്തിൽ ജനങ്ങൾ അംഗീകരിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ശ്രീ രഞ്ജിത്ത് മാരാർ, ഇക്കാര്യത്തിൽ NS മാധവൻ പറഞ്ഞ ഒരു നിലപാടുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ ഒരു കാഴ്ചപ്പാടുണ്ടല്ലോ. ഇപ്പോൾ ഇതൊരു പുതിയ കാര്യമൊന്നുമല്ല. ഇതുപോലെ ചർച്ച ചെയ്ത, താങ്കൾ പറഞ്ഞതുപോലെ ഇപ്പോൾ ഐസ്ക്രീം കേസ്, അതുപോലെ തന്നെ സോളാർ കേസിന്റെ കാലം, ഇതിലെല്ലാം ജനങ്ങൾ ചർച്ച ചെയ്തതാണ്. മാധ്യമങ്ങൾ അതിലേക്ക് ഒരു നിലപാടോ അല്ലെങ്കിൽ സമീപനമോ സ്വീകരിച്ചതാണ്. മാധ്യമങ്ങളെ പ്രേക്ഷകർ കാണും അല്ലെങ്കിൽ മലയാളി കാണും. പക്ഷേ അവർ അവരുടേതായ നിഗമനങ്ങളിലേക്കും നിലപാടുകളിലേക്കും എത്തിച്ചേരുകയാണ്. ഒരുപാട് സാഹചര്യങ്ങൾ കൊണ്ടത് ബോധ്യപ്പെട്ടതാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായ ഒന്നും പുതുതായി ഇക്കാര്യത്തിൽ സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഈ കേസിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു തലത്തിൽ നിന്നുകൊണ്ട് മാധ്യമങ്ങൾ സമീപിച്ചു എന്നതിനപ്പുറത്തേക്ക് ദിലീപിനെ ക്രൂശിക്കുക എന്ന് പറയുന്ന നിലയിലൊന്നും യഥാർത്ഥത്തിൽ കണ്ടിട്ടില്ല. അതാണ് താങ്കൾ പറഞ്ഞതിനൊരു വിയോജിപ്പും വിമർശനവും സൂചിപ്പിച്ചത്. ഇതിലടക്കം ഈ പറയുന്ന പോലെ വ്യക്തിവൈരാഗ്യമാണ് ദിലീപിനെ ഇങ്ങനെ ഒരു കൃത്യം ചെയ്യാൻ പ്രേരിപ്പിച്ചത് എന്ന് പറയുന്ന സാഹചര്യം. ഗൂഢാലോചന സംബന്ധിച്ച് ഇതിൽ തന്നെ നേരിട്ട് തെളിവ് ഗൂഢാലോചനയിൽ എത്തുക എന്നത് പ്രായോഗികമല്ല. അതേസമയം ശാസ്ത്രീയ തെളിവുകൾ, സാഹചര്യ തെളിവുകൾ, ഞാൻ ഇപ്പോഴും താങ്കളോട് ചോദിക്കുന്നു, ഇതുവരെ കണ്ടെത്തിയ തെളിവുകൾ അതിൽ അപാകതയും അല്ലെങ്കിൽ അതിൽ ഗൗരവമില്ലായ്മയും ഉണ്ട് എങ്കിൽ ഒരു കാരണവശാലും മെച്ചുവേർഡ് ആണെന്ന് പറഞ്ഞ് മാറ്റി നിർത്താനാവുന്നതല്ല ഹൈക്കോടതി. കൃത്യമായ ചോദ്യങ്ങൾ ഉണ്ടാകും വാദം നടക്കുന്ന ഘട്ടത്തിലെങ്കിലും. വാക്കാൽ പരാമർശം എന്ന നിലയിലൊക്കെ നമ്മൾ പറയുമല്ലോ. രഞ്ജിത്ത് മാരാർ, ഇതിലുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് അറിയോ? ഇതൊരു ദിലീപിന്റെ ഒരു ഇഷ്യൂ ആയിട്ടല്ല ഞാൻ മാധ്യമത്തിന്റെ ഇഷ്യൂ പറയുന്നത്. നമ്മളിപ്പോൾ ദിലീപിന്റെ കേസാണ് ഒരു ഡിസ്കഷനിൽ ഒരു അൺഫോർച്ചുനേറ്റ്ലി ഇല്ലസ്ട്രേഷൻ ആയിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ പോലും ഞാൻ ദിലീപിന്റെ കേസല്ല പറയുന്നത്. ഇതിൽ ഞാൻ പറയുന്നത് വൺസ് ഇത് ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങി ആളെ അറസ്റ്റ് ചെയ്യുക, അതിന് മുമ്പായിട്ട് ഒരു പെർട്ടിക്കുലർ ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ നമ്മളത് ഉപേക്ഷിക്കാനുള്ള ഒരു ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ കേസിൽ തന്നെ ഒരു ലോയറിൻ്റെ ഒരു ഇൻവോൾവ്മെന്റ് വന്നിട്ടുണ്ട് ഇല്ലേ? ഈ ലോയറിന്റെ ഇൻവോൾവ്മെന്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യണതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു തിൻ ലൈൻ ഉണ്ട്. ആ ലൈനിന്റെ അപ്പുറത്തേക്ക് അദ്ദേഹം ട്രാവൽ ചെയ്യാൻ പാടില്ലായിരുന്നു. ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റോങ് ആണ്. അപ്പോൾ അങ്ങനെ വരുന്ന സ്ഥലത്ത് ഈ മാധ്യമത്തിന് ഒരു ലൈൻ ഉണ്ട്. ആ ലൈനിൻ്റെ അപ്പുറത്തേക്ക് ക്രോസ് ചെയ്ത്, ഞാൻ എല്ലാവരും അല്ല ഉദ്ദേശിക്കുന്നത്, ഇന്നിപ്പോൾ വളരെ മെച്ചുവേർഡ് ആയിട്ടുള്ള ഡിസ്കഷൻസ് ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് എല്ലാം ഞാൻ പറയുന്നത്. പകരം വേറെ രീതിയിൽ ഡിസ്കഷൻസ് എല്ലാം വരുമ്പോൾ അവിടെയാണ് നമുക്ക് ഈ പ്രശ്നം വരുന്നത്. ഇത് ഒരു കോടതി ഒരു ഇഷ്യൂ പറഞ്ഞു. കോടതിയുടെ പ്രശ്നം എന്താ വെച്ചാൽ, ഇപ്പം ഞാൻ പറയുകയാണ് സെക്ഷൻ 10 എവിഡൻസ് ആക്ട് അനുസരിച്ചാണ് ഈ സർക്കംസ്റ്റാൻസസ് പ്രൂവ് ചെയ്യേണ്ടത്, കോൺസ്പിറസിയുടെ സർക്കംസ്റ്റാൻസസ് പ്രൂവ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞിട്ട് ഞാൻ സെക്ഷൻ 10 എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കാ മനസ്സിലാവുക? നമ്മൾ മാധ്യമത്തിൽ വന്നിരുന്നിട്ട് റോയ് എബ്രഹാമിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ പറ്റുമോ? സെക്ഷൻ 10 പറയുന്ന രീതിയിലാണ് കോൺസ്പിറസി പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ പറ്റില്ല. 167(2) അനുസരിച്ചിട്ട് പലർക്കും പല റൈറ്റ്സ് ഉണ്ട്, ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിക്ക് റൈറ്റ്സ് ഉണ്ട്. 161 അദ്ദേഹത്തിന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന സമയത്ത് പോലീസിന് ചില കാര്യങ്ങളുണ്ട്, പോലീസിന് 162 അനുസരിച്ച് ചില പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പലർക്കും മനസ്സിലാവില്ല. ഇത് മനസ്സിലാവാത്തതിന് ഒരു സ്പെഷ്യൽ ഏജൻസിയാണ് ലോയേഴ്സ്, ഒരു സ്പെഷ്യൽ ഒരു
ഇതുപോലെ പ്രവർത്തിക്കുന്നു, പ്രൊഫഷണൽസ് ആയിട്ട് പ്രവർത്തിക്കുന്നു. അതുപോലെ തന്നെ കോടതി ഒരു സ്പെഷ്യൽ ഏജൻസി ആയിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് ഇതെല്ലാം ഡിസൈഡ് ചെയ്യുന്നു. ഡിസൈഡ് ചെയ്യുന്നതിന്റെ ഇടയിൽ കൂടി ഇതെല്ലാം വരുമ്പോഴും ഈ നിയമപരമായ, ഞാൻ പറയട്ടെ, ഒരു കാര്യം കൂട്ടിച്ചേർത്തുകൊണ്ട് താങ്കളിലേക്ക് തന്നെയാണ് നിയമപരമായ അവബോധം ഉണ്ടാക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ്. അതിന്റെ ഭാഗത്ത് നിന്ന് ആളുകൾക്ക് മനസ്സിലാകുന്ന വിധത്തിൽ കാര്യങ്ങൾ വിശദീകരിക്കുക എന്നിടത്തേക്കാണ് നിങ്ങളെ പോലുള്ള വിദഗ്ധരെ നമ്മൾ എല്ലാവരും ക്ഷണിക്കുന്നതും. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ നേരത്തെ ഒരു ചാനൽ ചർച്ചയിൽ നേരത്തെ താങ്കൾ തന്നെ വളരെ രൂക്ഷമായി ഇത് റബ്ബിഷാണ് ഈ റിമാൻഡ് റിപ്പോർട്ട് എന്നൊരു നിലപാട് സ്വീകരിച്ചു. ആ റിമാൻഡ് റിപ്പോർട്ടാണ് കേരള ഹൈക്കോടതി വരെ എത്തിയത്. ആ റിമാൻഡ് റിപ്പോർട്ടിന്റെയും ആ ഇൻവെസ്റ്റിഗേഷനെയുമാണ് പ്രോസിക്യൂഷന്റെ വാദമായി വരുന്നത്. അതിനെയാണ് കോടതി ശരിവെച്ചുകൊണ്ട് അല്ലെങ്കിൽ അംഗീകരിച്ചുകൊണ്ട് ഇപ്പോൾ ഈ ജാമ്യം നൽകാൻ കഴിയാത്ത സാഹചര്യം തന്നെയാണ് ഇപ്പോഴെന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഒരു തുടക്കഘട്ടത്തിൽ താങ്കളടക്കം ആ റിമാൻഡ് റിപ്പോർട്ടിനെ പൂർണ്ണമായും നിഷേധിച്ചുകൊണ്ടൊരു നിലപാട് സ്വീകരിച്ചത്? അതിപ്പോഴും ഒരു ചോദ്യമായി നിൽക്കുകയാണ്. ഞാൻ ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് അറിയാം, ഇന്ന് ഞാൻ വളരെ തമാശ മൂഡിലാണ്. അതുകൊണ്ടിട്ട് ഞാൻ റബ്ബിഷ് എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പകരം പറഞ്ഞു വേറെ എന്തെങ്കിലും ഒരു വേർഡ് പറ്റുവാണെങ്കിൽ എടുത്തോളൂ. കാരണം ഇപ്പൊ പറഞ്ഞതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ പറഞ്ഞ അതേ കാര്യം തന്നെ എനിക്ക് തിരിച്ചു പറയാനുള്ളൂ. കാരണം റിമാൻഡ് റിപ്പോർട്ട് ഒരിക്കലും ഹൈക്കോടതി കൺസിഡർ ചെയ്യുന്നില്ല. റിമാൻഡ് റിപ്പോർട്ട് അന്ന് മറ്റേ മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ വരുന്ന ആപ്ലിക്കേഷനാണ് അദ്ദേഹത്തിന് റിമാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി കസ്റ്റഡിക്ക് വേണമെങ്കിൽ പ്രത്യേകിച്ച് വേറെ ആപ്ലിക്കേഷൻ വേണം, അതിന് അഫിഡവിറ്റ് വായിച്ചതാണ്. ഈ ജഡ്ജ്മെന്റിൽ പ്രോസിക്യൂഷൻ വാദത്തെ ഉദാഹരിച്ചത് ഞാൻ വായിച്ചതാണ്. ഫാക്സ് മാറുന്നില്ല, പ്രോസിക്യൂഷൻ ആർഗ്യുമെന്റുകൾ മാറുന്നില്ല. ഞാൻ അത്രേ ഉദ്ദേശിച്ചുള്ളൂ. വ്യക്തി വൈരാഗ്യം എങ്ങനെയാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞത്, എങ്ങനെയാണ് ഹൈക്കോടതിയിൽ വാദിച്ചത് എന്ന് പറയുന്ന ഫാക്സ് സെയിം ആണ്. ഇതിലുള്ള ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ ഫേസ് ചെയ്യണം എന്താണെന്ന് അറിയാം. ഈ 1 hour ചാനൽ ഡിസ്കഷൻസിൽ വന്നിടുന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ ഞങ്ങൾ ലോയേഴ്സ് ഏറ്റവും ബുദ്ധിമുട്ടുന്നത്, ഞങ്ങൾ വരുന്നതിൻ്റെ ഏറ്റവും കാര്യം തന്നെ എന്താ വെച്ചാൽ ഇത് ഇങ്ങനെയല്ല ഇത് പോകേണ്ടതെന്നുള്ളത് കൊണ്ടിട്ടാണ് പലപ്പോഴും നമ്മളെല്ലാം എഫേർട്ട് എടുത്ത് വരുന്നത്. ഇത് ലോയേഴ്സിന് വന്നിരുന്ന് വാദിക്കുമ്പോൾ നമ്മളോട് ഇങ്ങനെ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഇത് അങ്ങനെയല്ല എന്ന് നമ്മൾ പറയുന്നതിൻ്റെ ഇടയിൽ നിങ്ങൾ കയറി പറയും. ഈ പലപ്പോഴും നമ്മൾ നിയമം പഠിച്ച് അതിന് കഴിഞ്ഞ് പ്രാക്ടീസ് ചെയ്തെല്ലാം വരുമ്പോഴത്തേക്കും വേറെ രീതിയിലാണ് കോടതി കൺസിഡർ ചെയ്യണത്. ഈ റിമാൻഡ് റിപ്പോർട്ട് ഒരിക്കലും CD-യിലുള്ള ഒരാവശ്യവും അത് കഴിഞ്ഞിട്ട് പിന്നീട് പ്രോസിക്യൂഷൻ്റെ ഇന്നത്തെ ആവശ്യം തമ്മിൽ വ്യത്യാസമുണ്ട്. ഇന്ന് പറഞ്ഞിരിക്കുന്ന കാരണം എന്താണ്? അപ്പുണ്ണി സറണ്ടർ ചെയ്തിട്ടില്ല, പിന്നെ എവിഡൻസസ് നമ്മൾ നോക്കേണ്ട കാര്യമുണ്ട്. അതുകൊണ്ട് ഈ സ്റ്റേജിൽ ഞങ്ങൾ ജാമ്യം കൊടുക്കുന്നില്ല എന്നുള്ള രീതിയിൽ വളരെ മെച്യൂർഡ് ആയിട്ടുള്ള ഒരു ജഡ്ജ്മെന്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. ആ ദിലീപിന്റെ ഇഷ്യൂ അല്ല ഇതിൽ നമ്മൾ വരുന്നത്. ഓരോ കേസിലും ഞങ്ങൾ വന്നിരുന്നിട്ട് ഞങ്ങൾ ഈ പലപ്പോഴും ഡിഫൻസ് ലോയേഴ്സ് വരെയില്ലാത്തതിന്റെ കാര്യം അവർക്ക് ഒരു പ്രമുഖനായ അപ്പൊ ഇനി രണ്ടാമത്തെ കാര്യം പറഞ്ഞോളൂ സർ, പറഞ്ഞോളൂ. ഇനി രണ്ടാമത്തെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇൻവെസ്റ്റിഗേഷൻ ഒരു സ്ഥലത്തേക്ക് നമുക്ക് എത്തിച്ച് ഇത് അൾട്ടിമേറ്റ് റീസൺ ഇപ്പോൾ പബ്ലിക് ഒപ്പീനിയൻ ജനറേറ്റ് ചെയ്ത് നമുക്ക് ഒരു ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ ലാർജർ പെർസ്പെക്റ്റീവിൽ നന്നാവണം എന്നുള്ളതാണല്ലോ നമ്മുടെ മീഡിയയുടെ ഫോർത്ത് എസ്റ്റേറ്റിന്റെ പരിപാടി. അതിലേക്ക് പോകുന്നതിന് പകരം നമ്മൾ ഈ ചെറിയ കാര്യങ്ങളിലേക്ക് വന്നിട്ട് ഇത് ഇന്ന് ബെയിൽ ഡിനൈ ചെയ്തുകൊണ്ടിട്ട് അൾട്ടിമേറ്റ് കൺവിക്ഷനിലേക്ക് എത്തി എന്നെല്ലാം പറയുമ്പോഴത്തേക്കും ഇന്ന് ജഡ്ജ്മെന്റ് പാസ്സാക്കിയ ജഡ്ജി എങ്ങാനും അദ്ദേഹം ഒന്നും ഇത് കാണുന്നുണ്ടാവില്ല എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹത്തിന് പോലുള്ളവർ ഇത് കാണാതെ ഞാൻ വീണ്ടും താങ്കളോട് അക്കാര്യത്തിൽ ശക്തമായി പ്രതിഷേധിക്കുന്നു. അങ്ങനെ ഞാൻ ആവർത്തിച്ചു ഈ ചർച്ചയിൽ ഒരിടത്തും ശ്രീ റോയ് മാത്യു കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങൾക്ക് വേണ്ടിയും അത് ദിലീപിനെ ആജീവനാന്ത കുറ്റവാളിയായി ജാമ്യം നിഷേധിച്ചതോടുകൂടി മാറി എന്ന ഒരു ചിന്താഗതിയോ പ്രചാരത്തിലോ മൗഢ്യത്തിലോ ആരും എത്തിയിട്ടില്ല. അത് വീണ്ടും താങ്കൾ അത് തന്നെ സ്റ്റാമ്പ് ചെയ്യുകയാണ് മാധ്യമങ്ങൾക്കുമേൽ. അഭിഭാഷകൻ കൂടിയായ മുൻ SP ശ്രീ ജോർജ് ജോസഫ് കൂടി വരുന്നു. ശ്രീ ഞാൻ രഞ്ജിത്ത് മാരാർ ഞാൻ വരാം. അങ്ങനെ പറഞ്ഞിട്ടില്ല രഞ്ജിത്ത് മാരാർ. അല്ല, അതിലുള്ള പ്രശ്നം എന്താ വെച്ചാൽ അവരിത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ DGP ആണെങ്കിലും രാംകുമാർ സാർ ആണെങ്കിലും അതല്ല ഇനി പാസ്സാക്കിയ ജഡ്ജി എങ്ങാനും അത് മിസ്റ്റേക്കിലൊക്കെ ആക്സിഡന്റിൽ എങ്ങാനും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ ഉള്ളിലിരുന്ന് ചിരിക്കുന്നുണ്ടാവും നമ്മുടെ ഡിസ്കഷൻ കണ്ടിട്ട്. ഇത് നിയമം അറിയാവുന്നവർ ഇത് കണ്ടിരുന്നതിൽ ചിരിക്കും. പക്ഷെ നമുക്ക് വരണ്ട ഫോഴ്സ്ഡ് ആവുന്നതിൻ്റെ കാര്യം ഇതാണ്. ഇതുപോലത്തെ ഡിസ്കഷൻസ് പല ചാനലുകളിലും ഇതുപോലത്തെ ഡിസ്കഷൻസ് വന്നിട്ട് നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നത്? എനിക്ക് ഒരു റബ്ബിഷ് എന്നുള്ളൊരു വാക്ക് ഏതോ ഇതിൽ യൂസ് ചെയ്തു, അതെല്ലാം കയറിയിട്ട് സ്ട്രൈക്ക് ചെയ്തു സോഷ്യൽ മീഡിയയിൽ. ഐ ഡു നോട്ട് നോ വൈ ഇറ്റ് ഹാസ് ഹാപ്പൻഡ്. അതിൽ ഞാൻ വേറെ വാക്കുകൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഐ സ്റ്റാൻഡ് ബൈ ദാറ്റ് വേർഡ് ഈവൻ ടുഡേ.
പക്ഷേ ഉള്ള പ്രശ്നം ഇതാണ്, നമുക്കിത് ലീഗലി എഡ്യൂക്കേറ്റ് ചെയ്യണമെങ്കിൽ ഒരു പ്രതലത്തിലേക്ക് കൊണ്ടുവരണം, സൊസൈറ്റിനെ കൊണ്ടുവരണം. അതുകൊണ്ട് തന്നെയാണ് രഞ്ജിത്ത് മാരാർ ഞാൻ പറഞ്ഞത്, അല്ല അങ്ങനെ ഒരു വലിയ ഉദ്ദേശം, വലിയ സതുദ്ദേശം താങ്കൾ പങ്കുവെക്കുമ്പോൾ ആവർത്തിച്ച് മാധ്യമങ്ങൾ ആജീവനാന്ത കുറ്റവാളിയായി ദിലീപിനെ മാറ്റുന്നു എന്ന ഒരു മനോഭാവമുണ്ട് എന്ന് താങ്കൾ ആവർത്തിക്കുന്നത് തന്നെ ആ സതുദ്ദേശത്തെ ആ നിലയിൽ എത്തിക്കില്ല എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അങ്ങനെ മാധ്യമങ്ങൾ നിലപാടെടുക്കുന്നില്ല. പ്രോസിക്യൂഷൻ ഒരു വാദമെടുത്തു. ഞാൻ പറയുന്നത് ദിലീപിന്റെ ഇഷ്യൂവേ അല്ല. ഞാൻ പറയുന്നത് ഇതൊരു അക്യൂസ്ഡ് ഫേസ് ചെയ്യേണ്ട ഒരു ഇഷ്യൂ ആണ്. ഒരു പെർട്ടിക്കുലർ സ്റ്റേജിൽ ഒരു ബെയിൽ ആപ്ലിക്കേഷൻ ശരിയായിരിക്കാം, പക്ഷേ ആ പൊതുപ്രസ്താവം താങ്കൾ പറഞ്ഞ വലിയ നിയമപാണ്ഡിത്യം, രഞ്ജിത്ത് മാരാർ, വലിയ നിയമപാണ്ഡിത്യമൊന്നുമില്ലാത്ത സാധാരണ മനുഷ്യരാണ് ഇത് കാണുന്നത്. ഈ വലിയ പ്രാഗൽഭ്യമുള്ള ആളുകൾക്ക് അവരുടെ തിരക്കുകൾക്കിടയിൽ കാണാൻ പറ്റുന്നില്ല, ഞങ്ങൾ അവരെ കരുതുന്നില്ല. അങ്ങനെ പാവപ്പെട്ട അല്ലെങ്കിൽ സാധാരണക്കാരായ മനുഷ്യർ ഇത് കാണുമ്പോൾ അവർ കാണുന്നത് ദിലീപിന്റെ കേസാണ്. താങ്കൾ പറഞ്ഞ ഒരു ബ്രോഡ് പെർസ്പെക്റ്റീവ് അത് വേണ്ടതാണ്. ആ ബ്രോഡ് പെർസ്പെക്റ്റീവ് അവർ യഥാർത്ഥത്തിൽ എടുക്കുന്ന ഒരു കേസുമായി ബന്ധപ്പെടുത്തിയാകും. അവിടെ മാധ്യമങ്ങൾ ഇങ്ങനെ ചെയ്യുന്നു എന്ന് ആവർത്തിച്ചാൽ അത് അപകടമേ ഉണ്ടാക്കൂ എന്നാണ് ഞാൻ പറഞ്ഞത്. ഒരിടത്തും ആ നിലപാടില്ല എന്ന് എനിക്ക് വീണ്ടും പറയേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. ശ്രീ ജോർജ് ജോസഫ്, ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ ജോർജ് ജോസഫ്, അഭിഭാഷകൻ കൂടിയായ മുൻ റിട്ടയർഡ് മുൻ SP, ഞാൻ വരാം. ശ്രീ രഞ്ജിത്ത് മാരാർ, ഈ കേസിൽ ഇപ്പോൾ ജാമ്യം നിഷേധിച്ചു, സ്വാഭാവികമായി കാണാവുന്നതാണ്. പക്ഷേ പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ച വാദങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് അംഗീകരിച്ചു എന്ന് പറഞ്ഞാൽ അതിൽ അപാകതയുണ്ടെങ്കിൽ ഞാനത് മാറ്റാം. ഉൾക്കൊണ്ടുകൊണ്ട് ഈ ഘട്ടത്തിൽ ഇതുപോലൊരു കേസിൽ പ്രതിക്ക്, അതും ഗൂഢാലോചന സൂത്രധാരനായ ആൾ ജാമ്യത്തിൽ ഇറങ്ങുന്നത് ശരിയല്ല. കൃത്യമായ കാരണങ്ങൾ, വളരെ പ്രമുഖനാണ്, സ്വാധീനിക്കാം സാക്ഷികളെ, തെളിവുകൾ നശിപ്പിക്കാം, ഇനിയും അപ്പുണ്ണിയെ പോലെയുള്ള പ്രതികളെ കിട്ടാൻ, ഇതെല്ലാമാണ് ഇതിൻ്റെ സാഹചര്യം എന്ന് വരുമ്പോൾ അത് യഥാർത്ഥത്തിൽ അന്വേഷണ സംഘത്തിന് കിട്ടുന്ന മുന്നോട്ട് പോകാനുള്ള നല്ല ഊർജമാണോ നൽകുന്നത്? ഇതുവരെ കണ്ടെത്തിയ തെളിവുകൾക്ക് ഒരു അംഗീകാരമാണോ? അന്വേഷണം ശരിയായ ദിശയിലാണ് എന്ന് ധരിക്കാവുന്ന നിലയിൽ ഈ ഹൈക്കോടതി ഉത്തരവിനെ താങ്കൾ കാണുന്നുണ്ടോ? അല്ല, അന്വേഷണം ശരിയായ ദിശയിലാണോ ഇല്ലയോ എന്നാണ് കോടതി നോക്കിയത്. അതെ, അത് ഈ ബെയിൽ ആർഗ്യുമെന്റ് സമയത്ത് കോടതി ചില കാര്യങ്ങളൊക്കെ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. ഇത് ഒരു പ്രൈമ ഫേസി ഇതിനകത്തൊരു കേസുണ്ടെന്ന് കോടതി പറഞ്ഞു കഴിഞ്ഞു. അപ്പം അത് തന്നെയല്ല, പിന്നെ ജാമ്യം നിഷേധിക്കാൻ ഒരു കാര്യം, അപ്പുണ്ണി ഇപ്പോഴും അബ്സ്കോണ്ടിങ് ആണ്, അപ്പുണ്ണിയെ കണ്ടെത്തിയിട്ടില്ല, അത് കോടതി പറഞ്ഞിട്ടുണ്ട്. പിന്നെ സംഗതി, ഇതിൻ്റെ തൊണ്ടി സാധനങ്ങൾ, മൊബൈൽ ഫോണും അതുപോലെ തന്നെ വീഡിയോ ക്ലിപ്പിംഗ് കൂടെ കണ്ടെടുക്കാനുണ്ട്. അപ്പോൾ അത് കോടതി കൃത്യമായിട്ട് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കോടതി ഇതിനകത്ത് പരാമർശിച്ചിരിക്കുന്ന ഒരു കാര്യം, മോട്ടീവിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇതൊരു ഫൈനലായ ഒരു ഇതല്ല, കോടതി ഒബ്സർവ് ചെയ്ത കാര്യങ്ങളാണ് ഞാനീ പറയുന്നത്. അതുകൊണ്ട് അതിനകത്ത് ഒരു മോട്ടീവ് ഉണ്ട്. ആ മോട്ടീവിൻ്റെ കാര്യം അവരുടെ ഫാമിലി മാറ്ററിലെ ഈ വിക്ടിമും മുൻ ഭാര്യയും തമ്മിലുള്ള അവരും ഇവരുമായിട്ടുള്ള ഒരു ഇഷ്യൂ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കോടതി മോട്ടീവിൻ്റെ കാര്യത്തിൽ വളരെ വളരെ സ്ട്രോങ് ആയൊരു മോട്ടീവ് ഉണ്ട് എന്ന് തന്നെയാണ് അതിൽ നിന്ന് മനസ്സിലാകുന്നത്. അതുപോലെ തന്നെ ഈ കോടതി രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഞാനൊരു എവിഡൻഷ്യറി ആക്ടിലോട്ടാണ് പറയുന്നത്. രണ്ട് കാര്യങ്ങൾ കോടതി ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, പൾസർ സുനിയ അന്ന് മുതൽ ഇന്ന് വരെ ഒരു സ്റ്റാൻഡ് എടുത്തിട്ടുണ്ട്. അതിനകത്ത് തനിക്ക് പൾസർ സുനിയെ തനിക്ക് അറിയില്ല എന്ന് ദിലീപ് ഒരു സ്റ്റാൻഡ് എടുത്തിട്ടുണ്ട് അന്ന് മുതൽ ഇന്ന് വരെ. ആ സ്റ്റാൻഡിൽ തന്നെ നിൽക്കുകയാണ്. അത് പൊളിഞ്ഞുപോയി. അത് പൊളിയാൻ കാരണം 3-4 സ്ഥലത്ത് ഇവർ തമ്മിൽ കണ്ടിട്ടുണ്ടെന്നും അതിനുള്ള എവിഡൻസ് വന്നു കഴിഞ്ഞു. പക്ഷേ ഞാൻ ഈ കേസിനകത്ത് ഒരു ആത്മവിശ്വാസം പഠിപ്പിക്കുന്നതിൻ്റെ ഒരു കാരണം, ഇതിനകത്ത് സെക്ഷൻ 8, 9, 10 സെക്ഷൻ 8 മോട്ടീവിൻ്റെ കാര്യം ഹൈക്കോടതി പറഞ്ഞു കഴിഞ്ഞു. 9ഉം 10ഉം കാരണം ഈ പൾസർ സുനിയും മറ്റു പ്രതികളും ഇപ്പം ദിലീപ് അതിനകത്ത് പ്രതികളാണ്. ഇത്രയും പ്രതികൾ, ഒന്നിച്ചുള്ള പ്രതികൾ, അതിൽ ഒരു പ്രതി എഴുതുന്ന ലെറ്റർ മറ്റുള്ളവർക്കും ബാധകമാണ്. അത് സെക്ഷൻ 10ആണ്. ഈ സംഭവത്തിന് ശേഷം ഇമ്മീഡിയറ്റ് ആയിട്ട് പൾസർ സുനി കാക്കനാട് അവരുടെ വസ്ത്രാലയത്തിൽ പോയി. അത് വളരെ പ്രസക്തമാണ്. ഏതായാലും ജോർജ് ജോസഫ്, ഈ അന്വേഷണം ഇനി മുന്നോട്ട് പോവുകയാണല്ലോ, പ്രോഗ്രസിംഗ് ആണ്, അതിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജിൽ എത്തിയിട്ടില്ല. വളരെ പ്രധാനപ്പെട്ട ഫോണും ദൃശ്യങ്ങളും മെമ്മറി കാർഡും കണ്ടെത്താനായിട്ടില്ല എന്ന് വരുമ്പോൾ ഇതിൽ കൂടുതൽ അറസ്റ്റ് എന്നത് ഇനി വേഗത്തിൽ പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? അന്വേഷണ സംഘത്തെ നീക്കങ്ങളെ അല്ലെങ്കിൽ അത്തരമൊരു പരിചയത്തിൽ നിന്ന് മാത്രമല്ല, ഇപ്പോൾ ദിലീപിനെതിരായ ഗൂഢാലോചന എന്ന ആക്ഷേപം ഉന്നയിച്ച PC ജോർജ് അല്പം മുമ്പ് സംസാരിച്ചു, മൊഴിയെടുക്കും എന്ന വിവരം, പക്ഷേ അദ്ദേഹത്തെ വിളിച്ചിട്ടില്ല. അതും ഈ കേസിന്റെ ഭാഗമായി പരിഗണിച്ചു പോകേണ്ടത് തന്നെയായി മുൻ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ താങ്കൾ കാണുന്നുണ്ടോ?
അതെ, നമുക്ക് ഇതിനകത്ത് ഞാൻ ഈ അഡ്വക്കേറ്റ് പ്രതീഷ് ചാക്കോ അദ്ദേഹത്തിൻ്റെ ജൂനിയർ അഡ്വക്കേറ്റും അവരെ പോലീസ് ക്വസ്റ്റ്യൻ ചെയ്തു. ഹൈക്കോടതി മുൻകൂർ ജാമ്യത്തിന് പോയി അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം ലഭിക്കും. 201 എവിഡൻസ് 201 IPC മാത്രമാണ് അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഇപ്പം കോടതി കണ്ടതും അല്ലെങ്കിൽ പോലീസ് കണ്ട ഒരു കുറ്റം. ഇനിയിപ്പം വരാൻ പോകുന്നത് അദ്ദേഹത്തിൻ്റെ കൈവശത്ത് തന്നെയാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജൂനിയറിൻ്റെ കൈവശത്ത് തന്നെയാണ് ഈ മൊബൈൽ ഫോണൊന്നും അതിൻ്റെ വീഡിയോ ക്ലിപ്പിംഗ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നേരത്തെ പൾസർ സുനി അത് നശിപ്പിച്ച് കളഞ്ഞെന്ന് പറഞ്ഞാൽ അവിടെ നിന്നൊക്കെ മാറി. ഇപ്പം നമുക്ക് പോലീസിന് ഏറ്റവും അത്യന്താപേക്ഷിതമായ കിട്ടേണ്ട 2 മെറ്റീരിയൽ ഓബ്ജക്റ്റാണ് ഇത് രണ്ടും. അത് ചിലപ്പം കിട്ടിയില്ല എന്ന് വരും. കിട്ടിയില്ലെങ്കിലും ഈ കേസ് ഡയറി ഇപ്പം കോടതി പരിശോധിച്ചനുസരിച്ച് ഇതിനകത്ത് ആവശ്യത്തിനുള്ള എവിഡൻസ് 120B ഗൂഢാലോചനയ്ക്ക് ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഈ അഡ്വക്കേറ്റ് പ്രീതിഷ് ചാക്കോ അദ്ദേഹത്തിൻ്റെ ജൂനിയർ ദയവായി അവരുടെ കൈവശം ഉണ്ടെങ്കിൽ ഇനി അത് 1.5 കോടി രൂപയുടെ വിലയുള്ള ഒരു സാധനമാണ്, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ കയറി പിടിക്കുന്നത്. തിരിച്ച് ദയവായിട്ട് അത് കൊടുക്കണം. കാരണം പോലീസിനോട് സഹകരിക്കണം. ഇതിനകത്ത് അദ്ദേഹത്തിൻ്റെ പേര് ചെറിയൊരു മൈനർ ഒഫൻസ് മാത്രമേ ഇപ്പം വന്നിട്ടുള്ളൂ. ഇദ്ദേഹത്തിന് എന്തെങ്കിലും രീതിയിൽ ഗൂഢാലോചന ഉണ്ടോ എന്ന് ഇനി പോലീസ് നോക്കേണ്ടിയിരിക്കുന്നു. 120B അഡ്വക്കേറ്റ് പ്രതീഷ് ചാക്കോ കയറി പോകരുതെന്നാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഈ ഇതിനകത്ത് ഉൾപ്പെട്ട ഈ തൊണ്ടി സാധനം ദയവായി മടക്കി കൊടുക്കണം. അതുപോലെ തന്നെ ചില സ്ഥലത്ത് ഈ വീഡിയോ ക്ലിപ്പിംഗ് പലരും കണ്ടിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. എനിക്കതേപ്പറ്റി റിലയബിൾ അറിഞ്ഞുകൂടാ. ഉണ്ടെങ്കിൽ അവരുടെ കൈവശിരിക്കുന്ന സാധനം കൂടെ തീർച്ചയായിട്ടും കൊടുക്കണം. കാരണം ഈ തൊണ്ടി സാധനം കിട്ടിയില്ലെങ്കിൽ ഈ കേസ് ചാർജ് കൊടുത്താൽ തന്നെ പോലീസിന് കൃത്യമായി 173(8) ഇനി ഓപ്പൺ ചെയ്യാം. ഈ തൊണ്ടി സാധനം കിട്ടുന്നിടം വരെ ഇനി എത്ര നാൾ കഴിഞ്ഞാലും അത് വീണ്ടും ഓപ്പൺ ചെയ്യാം. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ദയവായി ഇത് തിരിച്ചു കൊടുക്കുക. ശ്രീ റോയ് മാത്യു ഒരു പ്രധാനപ്പെട്ട ഇപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ചല്ലോ, വ്യക്തി വൈരാഗ്യമാണ് ഇക്കാര്യത്തിൽ വളരെ പ്രധാനമായുള്ള മോട്ടീവ് എന്ന ഒരു നിഗമനത്തിൽ തന്നെയാണ് അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്. അതാണ് ഹൈക്കോടതിയിലടക്കം അന്വേഷണ സംഘം വിശദീകരിച്ചത്. ഇപ്പോൾ ശ്രീ ജോർജ് ജോസഫും സൂചിപ്പിച്ചതാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ സജീവമായി മുമ്പ് പറഞ്ഞല്ല സോഷ്യൽ മീഡിയയിൽ സജീവമായി വരുന്ന ഒന്ന് തന്നെയാണ് ഈ ദിലീപിൻ്റെ വിവാഹബന്ധം വേർപെടുത്തിയ വിവാഹമോചനത്തിന് ശേഷം മഞ്ജു വാര്യറിൻ്റെ ഫേസ്ബുക്കിൽ കൈപ്പടയിൽ എഴുതിയ ഒരു കുറിപ്പ് അന്ന് പ്രത്യക്ഷപ്പെട്ടിരുന്നു. അതിലെ 2 വാചകം ഞാനൊന്ന് ശ്രീ റോയ് മാത്യുവിൻ്റെ ശ്രദ്ധയിലേക്ക്. എൻ്റെ സങ്കടങ്ങളിലും സന്തോഷങ്ങളിലും ഒപ്പം നിന്ന കുറച്ച് സുഹൃത്തുക്കളുണ്ട്. പേരുകൾ അതിലെഴുതിയിട്ടുണ്ട്. അതിലിപ്പോൾ ആക്രമിക്കപ്പെട്ട നടിയുടെ പേരുമുണ്ട്. എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾക്ക് ഇവരാണ് ഉത്തരവാദികൾ എന്ന ചില പ്രചാരണങ്ങൾ ഉണ്ടാകുന്നു. ഇതിൻ്റെ പേരിൽ പഴി കേൾക്കുകയോ ആരുടെയെങ്കിലും ശത്രുതയ്ക്ക് ഇരയാവുകയോ ചെയ്യരുത് എന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ഈ സുഹൃത്തുക്കൾ ഇത് വിവാഹമോചനത്തിൻ്റെ സമയത്ത് ഫേസ്ബുക്കിൽ എഴുതിയതാണ് എന്നുള്ളതാണ്. അവരുടെ കലാജീവിതത്തിനും വലിയ തടസ്സങ്ങൾ സംഭവിച്ചിരിക്കുന്നു. ഇതാണ് അന്ന് മഞ്ജു വാര്യർ ഫേസ്ബുക്കിൽ എഴുതിയത്. ഈ സംഭവത്തിൻ്റെ തൊട്ടുപിറ്റേന്ന് കൊച്ചിയിൽ അവരാണ് ആദ്യം പറഞ്ഞത് ഇക്കാര്യത്തിൽ ക്രിമിനൽ ഗൂഢാലോചനയുണ്ട്. അന്വേഷണ സംഘം എത്തി നിൽക്കുന്നതും വ്യക്തിവൈരാഗ്യവും അതേ തുടർന്നുള്ളൊരു ക്രിമിനൽ ഗൂഢാലോചനയും തന്നെയാണ്. ഈ കേസിനെ നിലനിർത്തുന്ന അടിസ്ഥാനപരമായ ഒരു മുഖ്യ സൂത്രധാരന ഈ കേസിൽ ഉറപ്പിച്ചു നിർത്തുന്ന ഒരു മോട്ടീവ്, അത് ഏറെക്കുറെ ശ്രീ ജോർജ് ജോസഫ് പറഞ്ഞതുപോലെ അന്വേഷണ സംഘത്തിന് എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നുണ്ടോ താങ്കൾ? തീർച്ചയായിട്ടും ഈ കോടതി ഇന്ന് പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട 2-3 ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയാണല്ലോ. ആ 10ാം ഖണ്ഡികയിൽ കോടതി കൃത്യമായിട്ട് പറഞ്ഞു, ഇറ്റ് വാസ് കണ്ടന്റഡ് ദാറ്റ് എൻഗേജിംഗ് ക്രിമിനൽസ് ഓൺ കൊട്ടേഷൻ ഫോർ കമ്മിറ്റിംഗ് സെക്ഷൽ അബ്യൂസ് ഓൺ എ വിക്ടിം ടു റെക് വെഞ്ചിയൻസ് വാസ് അൺഹേർഡ് ഓഫ്. കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യ മഹാരാജ്യത്ത് ഇങ്ങനെ എവിടെയെങ്കിലും കൊട്ടേഷൻ കൊടുത്ത് ബലാത്സംഗം നടത്തിയ ചരിത്രമുണ്ടോ? അതാണല്ലോ കോടതി ഇന്ന് എടുത്തെടുത്ത് പറയുന്നത്. അതാണല്ലോ ഇവരുടെ ഏറ്റവും വലിയ മോട്ടീവ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യേണ്ടത്. ഇതാണ് ഇത്രയും വലിയ ക്രൂരമായ ഒരു കുറ്റകൃത്യമാണ് നമ്മുടെ സമൂഹത്തിൽ നടന്നിരിക്കുന്നത്. അത് ആരൊക്കെയാണ് കൂടി നടത്തിയെന്ന് കോടതി അല്ലെങ്കിൽ പോലീസ് പറയുന്നത്? സമൂഹത്തിലെ ജനങ്ങളുടെ ഇടയിൽ സ്വാധീനമുള്ള ഒരു കൂട്ടം ആൾക്കാർ. റോയ് മാത്യു കോടതി നടപടിക്രമം മാറ്റിവെച്ചുകൊണ്ട് പൊതുസമൂഹത്തിന്റെ ഒരു പ്രശ്നമായി കണ്ടാൽ, ഞാൻ പറഞ്ഞ ഈ മഞ്ജു വാര്യരുടെ ഫേസ്ബുക്ക് പോസ്റ്റ്, ആ കുറിപ്പ് വിവാഹമോചനത്തിന്റെ കാലത്ത് എഴുതിയതാണ്. എൻ്റെ സുഹൃത്തുക്കൾ ആരുടെയെങ്കിലും ശത്രുതയ്ക്ക് ഇരയാവുകയോ പഴി കേൾക്കുകയോ ചെയ്യരുത് എന്നെനിക്ക് നിർബന്ധമുണ്ട്. ആരുടെയെങ്കിലും ശത്രുതയ്ക്ക് എന്ന് തന്നെയാണ് അവർ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. അതുതന്നെയാണ് വർഷങ്ങൾക്ക് ശേഷം സംഭവിച്ചത്. അതേ തുടർന്ന് അവരാണ് ആദ്യം ക്രിമിനൽ ഗൂഢാലോചന പറഞ്ഞത്. അവർ ഈ കേസിൽ സാക്ഷിയാകുമോ എന്ന ചോദ്യം നിൽക്കുന്നു. ഈ കേസിൽ തന്നെ പറയുന്നത് ആവലാതിക്കാരിയും മറ്റ് സാക്ഷിമൊഴികളിൽ നിന്നും ഇപ്പോൾ പരാതിക്കാർ ഈ 11ാം പ്രതിക്ക് ഗൂഢാലോചന
അല്ലെങ്കിൽ വ്യക്തിവൈരാഗ്യമുണ്ട് എന്ന് വെളിപ്പെട്ടിരിക്കുന്നു എന്നാണ് റിമാൻഡ് റിപ്പോർട്ട് മുതൽ ഇങ്ങോട്ട് അന്വേഷണ സംഘം പറയുന്നത്. ഹൈക്കോടതിയിലും പറഞ്ഞിട്ടുള്ളത് അതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ സൂചിപ്പിച്ച മഞ്ജു വാര്യരുടെ ഫേസ്ബുക്കിലെ വർഷങ്ങൾക്ക് മുമ്പുള്ള ആ ഒരു തോന്നൽ അത് വളരെ പ്രധാനപ്പെട്ടതാണോ? തീർച്ചയായിട്ടും അവര് എന്താ പറയുക, ഒരു 3-4 വർഷം മുമ്പ് ഒരു പ്രവാചക ദൗത്യത്തോടു കൂടി തന്നെ പറഞ്ഞ കാര്യം ഏതാണ്ട് ശരിയായി വന്നിരിക്കുകയല്ലേ. അവരോടൊപ്പം നിന്ന് അവരുടെ ഏറ്റവും അടുത്ത സുഹൃത്തിനെ ഇതേപോലെ ഹീനമായ ഒരു കുറ്റകൃത്യം ചെയ്യുന്നതിന് വേണ്ടി ഗുണ്ടകളെ ഏർപ്പെടുത്തിയ ഒരാൾ ആണല്ലോ. അതാണല്ലോ അവസാനം സംഭവിച്ചിരിക്കുന്നത്. കാരണം അവർ ഭയപ്പെട്ടിരുന്ന പോലെ അതേ സംഭവമാണ് സംഭവിച്ചിരിക്കുന്നത്. അവരോടൊപ്പം നിന്ന് അവരുടെ കഷ്ടതയിലും പ്രയാസത്തിലും അവരോടൊപ്പം നിന്ന് അവരുടെ സുഹൃത്തിനെയാണ് ഇത്ര ഹീനമായ ഒരു തരത്തിൽ ആക്രമിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ എന്ത് പറഞ്ഞാലും മഞ്ജു വാര്യരാണ് ഈ സംഭവം നടന്നതിന്റെ പിറ്റേ ദിവസം അമ്മ വിളിച്ചുകൂട്ടിയ ആ പൊതുയോഗത്തിൽ വെച്ച് അവരാണ് ആദ്യമായി പറയുന്നത് ഇതിന്റെ പിന്നിൽ ഒരു ക്രിമിനൽ ഗൂഢാലോചന. തീർച്ചയായും ആ അർത്ഥത്തിലാണ് ശ്രീ റോയ് മാത്യു. അതേ തുടർന്നാണ് അതിനു മുമ്പ് താങ്കൾ പറഞ്ഞതുപോലെ തന്നെ അവരെഴുതിയ ഒരു ഫേസ്ബുക്ക് കുറിപ്പിലെ ആരുടെയെങ്കിലും ശത്രുതയ്ക്ക് തങ്ങളുടെ സുഹൃത്തുക്കൾ ഇരയാകരുത്, അവരാണ് തൻ്റെ വിവാഹബന്ധം വേർപെടുത്തിയതിന് പിന്നിലെ എന്ന വലിയ പ്രചാരണം നടക്കുന്നു എന്ന നിലയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ പേരിൽ ആരുടെയും ശത്രുതയ്ക്ക് ഇരയാകരുത് എന്നൊരു നിലപാട് എടുത്തതും ഈ സംഭവത്തിന് ശേഷം അങ്ങനെ ഒരു പരസ്യ നിലപാട് നിലപാട് പറയേണ്ടിയും വന്നത്. ശ്രീ രഞ്ജിത്ത് മാരാർ, ഏതായാലും ഈ ഹർജിയൊക്കെ ജാമ്യ ഹർജിയൊക്കെ ഒരു പരീക്ഷണവും പ്രതീക്ഷയും ഒക്കെയാണ്. അത് നടക്കില്ല എന്ന് പ്രതിഭാഗത്തിനും അറിയാം. പക്ഷേ ആ പരിശ്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ആ പരിശ്രമം തുടർന്നാൽ സ്വാഭാവികമായും സുപ്രീം കോടതിയിലേക്ക് എത്തുക എന്നതിന് സാധ്യത കാണുന്നുണ്ടോ? അങ്ങനെ വന്നാൽ ഈ ഘട്ടത്തിൽ അതിന് സ്കോപ്പ് എത്രമാത്രം കരുതാവുന്നതാണ്? അതോ അന്വേഷണം പുരോഗമിക്കട്ടെ എന്ന് കരുതി അല്പം കരുതലോടെ കാത്തിരിക്കുക എന്നതാണോ പ്രതിഭാഗത്തിന് അഭികാമ്യം? അതുപോലെ തന്നെ അന്വേഷണ സംഘത്തിൻ്റെ ചലഞ്ചസ് യഥാർത്ഥത്തിൽ ഇനി കൂടുതൽ വർദ്ധിച്ചു വരികയാണ്. കാരണം കസ്റ്റഡിയിൽ പോലും ദിലീപിനെ ഈ കേസുമായി ബന്ധപ്പെട്ട് എടുക്കാനുമാവില്ലല്ലോ. ഇതിൽ പലപ്പോഴും ചർച്ചയ്ക്ക് പോകുമ്പോൾ കിട്ടുന്ന ഒരു മെച്ചം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഫ്രീ ആയിട്ടുള്ള ലീഗൽ അഡ്വൈസസ് കിട്ടും, രണ്ട് നമുക്ക് പലപ്പോഴും പുതിയ വേർഡ്സ് എല്ലാം പഠിക്കാൻ പറ്റും. ഇന്ന് ഞാനൊരു പുതിയ വേർഡ് പറയാം. ഷ്നാഡ് ആൻഡ് ഫ്രൂഡ് എന്ന് പറഞ്ഞിട്ടൊരു ഇംഗ്ലീഷ് ടേം ഉണ്ട്. അർത്ഥം നിങ്ങൾ കണ്ടുപിടിക്കാം. എന്താണെങ്കിലും സെലിബ്രിറ്റീസ് ആയിട്ടുള്ളവരൊക്കെ ഒരു താഴ്ച വരുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ, അത് വളരെ നമുക്ക് എൻജോയ് ചെയ്യാവുന്നൊരു സംഭവം തന്നെയാണ്. ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ എന്ത് റെലവൻസ് ഉള്ളത്? നിങ്ങൾ ഈ ആവശ്യമില്ലാത്ത ഫേസ്ബുക്ക് പോസ്റ്റ് പഴയ സാധനങ്ങളെല്ലാം എടുത്തിട്ട് ഇത് ആരുടെ യു ആർ ഗെറ്റിംഗ് ഇൻ ടു ദി ലൈഫ് ഓഫ് എ പേഴ്സൺ. How can you do that? This is clear case of Article 21 violation. ഇത് നിങ്ങൾ ചെയ്യുന്നത് പോലും this is ridiculous, absurd. Secondly, ഇനി ആ റിട്ടയർഡ് ഡിവൈഎസ്പി എന്തൊക്കെയാണ് അദ്ദേഹം വന്നിരുന്ന് പറയണത്? ഇദ്ദേഹം അഡ്വക്കേറ്റ് ആണെന്ന് പറഞ്ഞു, റിട്ടയർഡ് അഭിഭാഷകനും കൂടിയായ റിട്ടയർഡ് ഡിവൈഎസ്പി. വാട്ട് ഡു യു അൾട്ടിമേറ്റ്ലി വാണ്ട് ടു സേ? ദാറ്റ് ഹി നോസ് ലോ and therefore why don't you give him a coat and gown so that he can practice? Ultimately they will end up, there are numerous cases which will end up in acquittal. അദ്ദേഹത്തിനെ ഏൽപ്പിക്കൂ. ഇത് നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് let me complete this. Yes, let me complete this. I am telling you, you are going in a manner in which is not advisable for a media. Why I'll tell you this? ഇത് നേരത്തെ മറ്റേ ഇവിടെ ഉണ്ടായിരുന്ന ഒരു ജെസിക്ക ലാൽ കേസിൽ ഒറ്റ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. ഐ എം നോട്ട് രാംജത്ത് മലാനി, ഐ ക്യാൻ നെവർ ബി ഹിസ് സ്റ്റാൻഡേർഡ് അറ്റ് ഓൾ. അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട് NDTVക്ക് കൊടുത്തത്. അവരോട് ചോദിച്ചു, യു ഡു നോട്ട് ഈവൻ നോ ദി ഫണ്ടമെന്റൽസ് ഓഫ് ക്രിമിനൽ ലോ, ക്രിമിനൽ ജൂസ്പ്രുഡൻസ് എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. അതേ അവസ്ഥയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി എന്നോട് ചോദിച്ച ചോദ്യത്തിന് ദിസ് ഈസ് വർത്ത് മില്യൺസ്, ദാറ്റ് ഒപ്പീനിയൻ ഈസ് വർത്ത് മില്യൺസ്. ഐ ഡു നോട്ട് വോണ്ട് ടു ഗിവ് സച്ച് ആൻ ഒപ്പീനിയൻ ഇൻ എ ചാനൽ. അവർക്ക് എന്ത് കൊടുക്കണമെന്നുള്ളത് let them take, let it satisfy your ego as well. Let Dilip spend what you say ridiculous amount of money so that you will get enough and more egos. ഞാൻ അഡ്വക്കേറ്റ് രഞ്ജിത്ത് മാരാറിനെ ഈ വെന്യൂവിൽ ഇരിക്കുമ്പോൾ കാണുന്നത് പബ്ലിക്കിനോട് സംസാരിക്കുന്ന അഭിഭാഷകനായിട്ടാണ്. ഒരു ക്ലയന്റിന് കൊടുക്കുന്ന നിയമോപദേശത്തിന്റെ പരിധിയിലല്ല. ജനങ്ങളുടെ ഒരു പൊതു ചോദ്യമുണ്ട്, ആകാംക്ഷയുണ്ട്. ഇനി എന്തായിരിക്കും സംഭവിക്കുക? ആ പെർസെപ്ഷനിലാണ് ഒരു ചോദ്യം. ഞാനൊരു കക്ഷിക്ക് കൊടുക്കുന്ന നിയമോപദേശം എന്ന നിലയിലല്ല താങ്കളോട് ചോദിച്ചത്. അവരവരുടെ ലൈഫ് ലെറ്റ് ദം എൻജോയ്. ഹി ഈസ് നൗ ഇൻ ഹിസ് കസ്റ്റഡി.
he has a wife who has been what you say ഒരു പിരിഞ്ഞുപോയ ഒരു ഭാര്യയുണ്ട്. അവരുടെ ഫേസ്ബുക്കിൽ പോയിട്ട് നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നോക്കുക, അതിനെ ഇപ്പോഴത്തെ ഇതിലേക്ക് റിലേറ്റ് ചെയ്യുക. These are all ridiculous things which I do not expect of a person of the standard of Roy Matthew. This should never happen. I respect him for what he is. Right. I respect the other person ശ്രീ റോയ് as മാത്യു well. He അദ്ദേഹം knows ആവർത്തിക്കുന്നത് ചർച്ച but then അവസാനിപ്പിക്കേണ്ട ഒരു സമയമുണ്ട്. ശ്രീ ജോർജ് maybe it is ജോസഫിലേക്കും my idiotic thing. റൈറ്റ് വേഗം അവസാനിപ്പിക്കാം, കാരണം അത്രയ്ക്ക് വിമർശനം അദ്ദേഹം ഉന്നയിച്ചുകൊണ്ട് രണ്ടുപേരിലേക്കും. ആദ്യം ശ്രീ റോയ് മാത്യു. ആരാണോ ഇതിന്റെ എല്ലാം ഒരു ഫൈനൽ അതോറിറ്റി? അല്ലല്ല, ഞാൻ പറഞ്ഞ അവർ പറഞ്ഞ ഒരു പോർഷൻ, അതായത് അവർ വർഷങ്ങൾക്ക് മുമ്പ് അവർ ഭയപ്പെട്ടിരുന്ന ഒരു കാര്യമാണ് സംഭവിച്ചത്. അത് പറയുന്നതിന് എന്താ തെറ്റ്? അത് അത് അവരുടെ ഒരു കൺവിക്ഷൻ ആയിരുന്നു. അവർ പറഞ്ഞിരുന്നത് എന്റെ ഒപ്പം നിന്ന ഒരാളെ പിന്നീട് ഭാവിയിൽ ക്രൂശിക്കരുതെന്ന് പറയുന്നത് അതിനകത്ത് എന്താ തെറ്റെന്തോ? അത് രഞ്ജിത്ത് മാരാർ റെഡിക്കുലസ് ആണെന്നുണ്ടെങ്കിൽ അത് രഞ്ജിത്ത് മാരാരുടെ കൺവെൻഷൻ, അതിന് ഐ ഹാവ് നോ സച്ച് റിലേഷൻ. അത് ഞാൻ പറയാൻ വന്നതും അത് തന്നെയാണ്. ഈ ഇന്ത്യ മഹാരാജ്യത്തിന് എല്ലാവർക്കും ഓരോ നിയമത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് അവർ ഈ കേസിൽ ഒരു പ്രധാനപ്പെട്ട സാക്ഷിയാകുമോ എന്ന ചോദ്യം നിൽക്കുന്ന ഒരു ഘട്ടമാണ്. ശ്രീ ജോർജ് ജോസഫ് ആണല്ലോ അവര് ഭയപ്പെട്ടിരുന്ന ഒരു കാര്യം സംഭവിച്ചു എന്ന് പറയുന്നതിനകത്ത് എന്താ തെറ്റെന്താ? ശ്രീ ജോർജ് ജോസഫ് നമുക്ക് അവസാനിക്കാം. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഈ രഞ്ജിത്ത് മാരാദ് വേറൊരു ചാനൽ ചർച്ചയിൽ അദ്ദേഹം പറഞ്ഞ റബിഷ് പരസ്പര ബഹുമാനത്തോട് സംസ്കാരത്തോട് സംസാരിക്കാൻ ഇല്ലില്ല. അത് ഇപ്പോഴും പറഞ്ഞല്ലോ, ഇപ്പോഴും അതേ ഇരുന്ന് അവഹേളിക്കുന്ന സംസാരിക്കുന്നത്. ഇദ്ദേഹം ഏത് സുപ്രീം കോടതി വക്കീലാണ്? അദ്ദേഹത്തിന്റെ മാത്രമേ വാക്കുകളൊന്നും അദ്ദേഹത്തിനെ ഉപദേശിക്കാണ്. അതല്ല, അദ്ദേഹം പരസ്പര ബഹുമാനത്തോട് സംസാരിക്കാൻ ആദ്യം പറയൂ. അങ്ങനെ ഈ രാജ്യത്തെ വലിയ മഹാനാണെന്ന് പറഞ്ഞിരിക്കുന്നത് അത് ഒരു കുട്ടിയായിട്ട് ഞാൻ പറയാണ്. നിങ്ങളുടെ ഈ സംസ്കാരം നല്ലതല്ല. നിങ്ങൾ മര്യാദയ്ക്ക് സംസാരിക്കാൻ ആദ്യം പഠിക്കുക. ഏതായാലും നമ്മുടെ ചർച്ചയുടെ ഭാഗമല്ല, പക്ഷേ എങ്കിലും അത്തരമൊരു ടോൺ വന്നതുകൊണ്ടാണ് ജോർജ് ജോസഫിനോടും അതേക്കുറിച്ച് ചോദിക്കേണ്ടതായി വന്നത്. വിമർശനങ്ങൾ സ്വാഭാവികമായി ഉയരാം. ആ വിമർശനങ്ങളാണ് വളരെ ശക്തമായ നിയമപരമായ രീതിയിൽ നിലനിന്നുകൊണ്ട് രഞ്ജിത്ത് മാരാർ ഉന്നയിച്ചത്. റോയ് മാത്യു ഈ കേസിന്റെ പൊതു സാഹചര്യവും പ്രസക്തിയുമാണ് ആവർത്തിച്ചത്. ഒപ്പം തന്നെ ശ്രീ ജോർജ് ജോസഫ്, നന്ദി ഞങ്ങൾക്കൊപ്പം സഹകരിച്ചതിന്. വളരെയധികം നന്ദി എല്ലാവർക്കും നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ പങ്കുവച്ചതിന്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഇന്ന് വന്ന ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ പ്രൈം ഡിബേറ്റ് അവസാനിക്കുന്നു. നമസ്കാരം.